ചെയ്തു. ഇന്ന് ഈ കമ്പനികൾ കൂടി അസോസിയേറ്റ് ചെയ്തു. 4 വർഷം ഒരുപാട് അച്ചീവ്മെന്റ് നേടിയ കമ്പനിയെ തന്നെ റീജിയണൽ ടീം കോർഡിനേറ്റർ എന്ന റാങ്കിലേക്ക് എത്തിയ റൈറ്റ് പേഴ്സൺ വരാനുണ്ട് മിസ്റ്റർ ഇസ്മായിൽ നമസ്കാരം. ഒരുപാട് എക്സൈറ്റഡ് ആണെന്ന് അറിയാൻ പറ്റും. കാര്യം നമുക്കൊക്കെ അഭിമാനമുള്ള ഒരു നിമിഷമാണ്. ഡാൻസിന്റെ ഇൻഡസ്ട്രി മേഖലയിൽ തന്നെ തന്റെ വലിയ വലിയ കരിയറുകൾ പടുത്തുയർത്തിയ കിടിലൻ താരങ്ങൾ ഇന്ന് വരുന്നു എന്നറിഞ്ഞപ്പോ സോ മച്ച് എക്സൈറ്റഡ് ആൻഡ് ത്രില്ഡ് and I thank you Mr. Vinay. He is wonderfully introduced. വളരെ ഭംഗിയായിട്ടാണ് ഞാൻ പരിചയപ്പെടുത്തി. അഭിമാനമുള്ളത് ഈ സ്റ്റേജിലേക്ക് കയറുന്നത് ഞാനൊരു ടീച്ചർ ട്രെയിനിങ് മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ടീച്ചർ കയറുന്നതിന് വേണ്ടി ഇൻവിറ്റേഷൻ നടത്തി കോംപ്ലിമെന്റ് പറഞ്ഞത് ഞാൻ തന്നെ പഠിപ്പിച്ച എന്റെ സ്റ്റുഡന്റ് ആയിരുന്ന മിസ്റ്റർ ജുനൈ. നല്ലൊരു കൈ കൊടുക്കുക. അത് വലിയൊരു ഭാഗ്യമാണ്. ഈ ഇൻഡസ്ട്രിയുടെ ബ്യൂട്ടിയും അത് തന്നെയാണ്. സോ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവുക എന്നത് വലിയ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ഏതായാലും നമ്മളുടെ ഒന്നിരുന്നു. ഇനി പ്രോഗ്രാം കഴിഞ്ഞിട്ട് പുതിയ ആളുകളൊക്കെ പോകുന്നുണ്ടാവുക. എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ മനസ്സ് എവിടെയെങ്കിലും നമ്മള് എന്താ പറയാ മേയാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ ഇവിടെ പറയപ്പെടുന്ന കാര്യങ്ങൾ എത്ര ഗ്രാഹ്യമാണ്, സുതരാം വ്യക്തമാണ് എന്നത് ആശങ്കാജനകമാണ്. അതിനാൽ പൂർണ്ണ മനസ്സോടെ ഇവിടെ ഇരിക്കാൻ ശ്രമിക്കാം. ഇവിടെ എഴുതി വച്ചിരിക്കുന്ന വാക്ക് നിങ്ങൾ കാണുന്നുണ്ട്. ലെറ്റ് യുവർ സക്സസ് മേക്സ് ദ നോയ്സ്. ഇനി നമുക്ക് നമ്മുടെ വിജയങ്ങൾ ശബ്ദിക്കട്ടെ. നാവുകൾ ഒരുപാട് പറഞ്ഞു, കഥകൾ ഒരുപാട് കേട്ടു, ശബ്ദകോലാലങ്ങൾ പലതും നമ്മൾ അറിഞ്ഞു. പക്ഷേ ഇനി സംസാരിക്കേണ്ടത് നമ്മുടെ വിജയങ്ങളാണ്. നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞു നിന്നെ കൊണ്ടാവില്ല എന്നോ, നിനക്ക് പറ്റില്ല എന്നോ, നീ ജയിക്കില്ല എന്നോ, നീ കഷ്ടപ്പെടാൻ വിധിക്കപ്പെട്ടവളാണെന്ന്, നീ പെണ്ണെന്ന്, നീ വെറുതെയിട്ടവളാണെന്ന്, നീ സാരി ചുറ്റിയവളാണെന്ന്, അങ്ങനെ പലരും പലതും പറഞ്ഞു. നിന്റെ കുടുംബത്തിൽ അഭ്യസ്ത വിദ്യയില്ലെന്ന്, നീ പോയാൽ ഏതറ്റം വരെ പോകുമെന്ന് ഞങ്ങൾക്കറിയുമെന്ന് പലരും പറഞ്ഞെങ്കിൽ അവർക്ക് ചുട്ട മറുപടി കൊടുക്കുന്നതിന് വേണ്ടി നമ്മുടെ വിജയം സംസാരിക്കുന്ന സക്സസ് നല്ലപോലെ വിജയത്തിന്റെ കമാനങ്ങളിലേക്ക് കടന്നുപോകും. സോ എന്താണ് വിജയത്തെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഫസ്റ്റ് സ്ലൈഡ് ഇവിടെ കാണിക്കുന്നത് ഒബ്ജക്റ്റീവ്സ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. മറ്റേ ഈ സദസ്സിലെ മുഴുവൻ ആളുകളും ഈ കാറ്റഗറി എവിടെയെങ്കിലൊക്കെ ഉള്ളതാണ്. ജോലി ചെയ്യുന്ന ആളുകൾ ഈ സദസ്സിൽ ഇരിക്കുന്നുണ്ട്, ബിസിനസ് കാറ്റഗറിയിൽ ഇരിക്കുന്നുണ്ട്, ഹൗസ് വൈഫ് വീട്ടമ്മമാരിരിക്കുന്നുണ്ട്, സ്റ്റുഡൻസ് വിദ്യാർത്ഥി മേഖലയിൽ തന്നെ മികവ് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന പഠിതാക്കൾ ഇരിക്കുന്നുണ്ട്, ഗവൺമെന്റ് എംപ്ലോയിമാർ ഇതിലിരിക്കുന്നുണ്ട്, റിട്ടയർഡ് പേഴ്സൺ തന്റെ ലൈഫിന്റെ ഒരു സയൻസ് സെന്ററിലിരിക്കുന്നവരൊക്കെയുണ്ട്. പക്ഷെ ഇവരൊക്കെ ജീവിതത്തില് തന്റെ ഒരു മഹത്തായ വിജയം ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഓൾ വാക്സ് ഓഫ് ലൈഫിൽ നിന്ന് ഡിഫറെന്റ് പാർട്ടിസിപ്പൻസ് ഇവിടെ വന്നിട്ടുണ്ടായിരിക്കാം. ഓൾ നീഡ് ദ റിയൽ സക്സസ് ഓഫ് ലൈഫ്. നമുക്ക് വിജയത്തിന്റെ കാതലായ വശങ്ങൾ പറയുമ്പോൾ മെയിൻലി പ്രധാനമായിട്ടും ഇന്ന് ഭൂമുഖത്ത് മനുഷ്യരാശിക്ക് ആവശ്യമുള്ള 3 പ്രധാന കാര്യങ്ങളാണ് ഹെൽത്ത്, വെൽത്ത്, ഫ്രീഡം. സോ നോ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്കൊരു ഇന്ററാക്റ്റീവ് ലെവലിലേക്ക് പോകാൻ അധിക സമയമില്ല. Just I have only 40 minutes to have to complete all the slides in box means കുറച്ച് സമയങ്ങളിൽ തീർക്കേണ്ടതുണ്ട്. So that's why how to be very conscious here. So ഇവിടെ പറയുന്നത് ഹെൽത്ത് ഒരു മനുഷ്യർക്ക് ആവശ്യമുള്ള പ്രധാന ഘടകമാണ് ആരോഗ്യം എന്നത്. രണ്ടാമത്തത് വെൽത്ത്, സമ്പാദന മേഖലയാവട്ടെ മറ്റുള്ളതൊക്കെ എല്ലാ വെൽത്തുകളും. മറ്റൊന്ന് ഫ്രീഡം, ഒരു സ്വതന്ത്ര മനസ്സ്, ഒരു സ്വാതന്ത്ര്യമുള്ള മനസ്സ്. നമുക്കൊക്കെ അറിയാം ജീവിതത്തില് പാരതന്ത്ര്യം പ്രതിയേക്കാൾ ഭയാനകം എന്ന് പറയാറുണ്ട്, സ്വാതന്ത്ര്യമാണ് അബദ്ധം എന്ന് പറയാറുണ്ട്. പക്ഷെ രസകരമായ സത്യം ഓൾ ത്രീ റിക്വയർഡ് ഇഫ് വി ഹാവ് ടു പ്രോഗ്രസ് ഇൻ ലൈഫ്. എല്ലാം നമുക്ക് കിട്ടണമെന്ന് താല്പര്യമുണ്ടെങ്കിലും ഇന്ന് ലോകത്തിലെ കണക്കിൽ പറയുന്നത് 90% അല്ലെങ്കിൽ ഓൾമോസ്റ്റ് മെജോറിറ്റി പീപ്പിൾ വിൽ നോട്ട് ഗെറ്റ് all of this all together. At that time they are not likely to achieve this kind of the health, wealth, freedom at that time. ഒരേ സമയത്ത് എല്ലാം കൂടി ഒരു സമയത്ത് ഉണ്ടാക്കാൻ ഇവർക്കാർക്കും സാധ്യമാകുന്നില്ല. കാര്യം എന്താണ്? പണ്ട് നമ്മുടെ നാടിന്റെ ഉദാഹരണം പറയാറുണ്ട് അല്ലെ?
പൈസ ഉണ്ടായപ്പോ ഐസ് ഉണ്ടായില്ല, ഐസ് ഉണ്ടായപ്പോ പൈസ ഉണ്ടായില്ല, ഐസും പൈസ ഉണ്ടായപ്പോ എന്തുണ്ടായില്ല, സ്കൂൾ ഉണ്ടായില്ല എന്ന് പറഞ്ഞതുപോലെയാണ് ലൈഫ് ആക്ച്വലി. അപ്പൊ ഇവിടെ ആലോചിക്കുക, നല്ല ഹെൽത്ത് ഉള്ള ആൾക്കാരുണ്ട്, പക്ഷെ എന്തില്ല, ആ സമയത്ത് വെൽത്ത് ഇല്ല. ഏതുപോലെ നല്ല എന്താ പറയാ, കുട്ടികളെ 16, 17, 18 ഒക്കെ ജിമ്മിൽ കിടന്ന് പറയുന്നുണ്ട്. അപ്പൊ നല്ല ഹെൽത്തിൽ ഫിറ്റ് സെറ്റ് എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. ബട്ട് ഐ ഹാവ് നോ മോർ വെൽത്ത്, സമ്പാദ്യമില്ല. ഇനി സമ്പാദ്യം ഉണ്ടാക്കി വന്നു, ഗൾഫിൽ നിന്ന് ബോഡികളുമായിട്ട് നാട്ടിൽ വന്നു. രസകരമായ സീൻ എന്താന്ന് പറഞ്ഞാല്, വീട്ടിലെ കല്യാണം, ആ ചേട്ടായി അല്ലെങ്കിൽ ആ ഹാജിയാർ അല്ലെങ്കിൽ ആ ഒഡീഷനാകുന്ന മനുഷ്യന് 3 ദിവസത്തെ കല്യാണമായിരിക്കും. കോണ്ടിനെന്റൽ ഫുഡ് ഉണ്ടായിരിക്കും, ചൈനീസ് ഫുഡ് ഉണ്ടായിരിക്കും, അറേബ്യൻ ഫുഡ്, താം തൂം മാരേജ് ആയിരിക്കും. പക്ഷെ ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് കല്യാണത്തിന്റെ കോടീശ്വരനോട് നിങ്ങൾ ഗോതമ്പക്കഞ്ഞി മാത്രം കുടിച്ചാൽ മതി എന്നാണ്. ഈ ക്യാഷ് ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? ചിലപ്പോൾ എന്തുണ്ടാവും, ഹെൽത്ത് ഉണ്ടാവില്ല, വെൽത്ത് ഉണ്ടാവും. ചിലപ്പോ ഇത് രണ്ടും ഉണ്ടാവും, പക്ഷെ ഫ്രീഡം ഉണ്ടാവില്ല. കാര്യം എന്താ, എന്ത് കാര്യത്തിന് പോകുന്നുണ്ടെങ്കിലും ഒരാളെ സമ്മതത്തിന് വച്ചാനിച്ച് നിൽക്കണം. ബോസ് പറഞ്ഞതനുസരിച്ച്, ഞങ്ങളെ സാറ് പറയുന്നതനുസരിച്ച്, കഫീല് ലീവ് തരാത്തതിനനുസരിച്ച്. സോ ലഗിലി നിങ്ങൾ എല്ലാവരും വളരെ ഭാഗ്യവാന്മാരാണ്. ലോകത്ത് ജനസമുച്ചയം ഒന്നടങ്കം ഓടിക്കൊണ്ടിരിക്കുന്ന ഹെൽത്ത്, വെൽത്ത്, ഫ്രീഡം ഒന്നിച്ച് ഒരു കുടകുകയിൽ കിട്ടുന്ന ഒരു മഹത്തായ പ്രോജക്റ്റിന്റെ പാർട്ടാകാൻ വന്ന നിങ്ങൾക്ക് നല്ലൊരു കൈയടിയാവുക. സോ ഇത് ഉണ്ടാക്കുന്നത് പ്രധാനമായും 2 പ്രധാന ഭാഗങ്ങളിലൂടെയാണ്. ഹെൽത്തും വെൽത്തും ഇന്ന് സംസാരമാക്കുന്നത്, അതല്ലെങ്കിൽ വെൽത്ത് ക്രിയേഷൻ എന്ന് പറയുന്നതിലെ പ്രധാന ഭാഗമാണ് ഏർണിങ്സ്. സോ ഈ ഏർണിംഗ് ക്രിയേഷൻ എന്ന് പറയുന്നത് പ്രധാനമായും 2 കാര്യത്തിലൂടെയാണ്. ഫസ്റ്റ് വൺ ഈസ് ബൈ ജോബ്. നല്ല ഒരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാമെന്ന് പലരും പറയുന്നു. അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലൂടെ. നിങ്ങൾ ആലോചിച്ചോട്ടെ, ഇന്ന് ഈ 2 തരം ഉണ്ടെങ്കിലും ആക്ച്വലി നമ്മുടെ നാട്ടിലൊക്കെ ഏകദേശം ഒരു 10 കോടിയുടെ വീട്, 20 കോടി, 30 കോടി, 50 കോടിയുടെ വീട് ഉണ്ടാക്കി വെച്ചത് നല്ല MBBS സർട്ടിഫിക്കറ്റുള്ള ഡോക്ടറാണോ, PhD ഡോക്ടറേറ്റ് ഫെലോഷിപ്പ് നേടിയ ആളുകളാണോ, അതല്ലെങ്കിൽ സ്കൂളിലും മര്യാദയ്ക്ക് വിദ്യാഭ്യാസ സ്ഥാപനം കടന്നു ചെല്ലില്ലെങ്കിലും ബിസിനസ് സാമ്രാജ്യം ഡീൽ ചെയ്യുന്ന ആളുകളാണോ? ആരാണ് ഏറ്റവും നല്ല വെൽത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ബിസിനസ്സുകാരാണോ, ജോബുകാരാണോ? ആരാണ്? ബിസിനസ്സുകാരാണ് അല്ലെ. ജോബ് എന്ന് പറഞ്ഞാൽ തന്നെ ജസ്റ്റ് ഓവർ ബ്രോക്കൺ ആണ് അതിന്റെ ഫുൾ ഫോം. നാളെ പൊളിയാൻ പോകുന്ന ഒരു വസ്തു. ഓക്കെ, ദാരിദ്ര്യരേഖയുടെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു പ്രൊജക്ടിന്റെ പേരാണ് എത്ര ജോബ് എന്ന് പറയുന്നത്. എന്തായാലും നമുക്കത് ലീഡർമാരിലേക്ക് വിശദീകരിക്കും. എങ്ങനെയായാലും ജോബിലായാലും ബിസിനസ്സിലായാലും വരുമാനം വരുന്ന രൂപം എന്താണ്? മേ ബി നമ്മുടെ വർക്കിംഗ് അവർ പ്ലസ് നമ്മളുടെ വർക്ക്. എത്ര സമയം നമ്മൾ വർക്ക് ചെയ്യുന്നു, ചെയ്യുന്ന വർക്ക് എന്ത്, ഇതിന്റെ ഒരു മൂല്യമാണ്, കാൽക്കുലേറ്റഡ് എമൗണ്ട് ആണ്, റിസൾട്ട് ആണ് ദ മണി ഓർ ദ ഇൻകം ദാറ്റ് യു അച്ചീവ് ഓർ ഏൺ. നമ്മൾ ഏൺ ചെയ്യുന്ന ഇൻകം അതിന് സമാനമാണ്. ഇവിടെ തന്നെ നിങ്ങൾ നോക്കുക, ഒരു പക്ഷെ വർക്കിംഗ് ഹവർ കൂട്ടി, അതായത് 8 മണിക്കൂർ കച്ചവടം 10 മണിക്കൂർ ആക്കിയാൽ വരുമാനത്തിൽ വ്യത്യാസം ഉണ്ടാകും. അതല്ലെങ്കിൽ വർക്കിംഗ് ഹവർ 8 മണിക്കൂർ തന്നെ, പക്ഷെ ചെയ്യുന്ന ജോലി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലെവലാണ്. ചായ കച്ചവടത്തിന് പകരം അത്രയും കച്ചവടം ഗോൾഡ് ആണെങ്കിൽ, അപ്പൊ ചെയ്യുന്ന ജോലി അതുപോലെ തന്നെ ചെയ്യുന്ന ജോലിയിലെ വർക്കിംഗ് ഹവർ, ഇത് രണ്ടുമാണ് അവന്റെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ അവനക്ക് സഹായമാകുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ശരാശരി കുടുംബനാഥൻ വരുമാനം ഉണ്ടാക്കുന്നതിന്റെ ഒരു പ്രൊജക്റ്റാണ് ഇവിടെ കാണുന്നത്. ഏകദേശം നമ്മൾ ആലോചിച്ച് നോക്ക്, 8 മണിക്കൂർ ശരാശരി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു താൽക്കാലികമുള്ള ഒരു ശരാശരി ജോലി ചെയ്യുന്നെങ്കിൽ ഓൾമോസ്റ്റ് 15,000 തൊട്ട് 40,000 വരെ നമുക്ക് ഏൺ ചെയ്യാൻ സാധ്യതയുണ്ട്. ശരാശരി നമ്മളൊക്കെ നേടിക്കൊണ്ടിരിക്കുന്നതാണ്. അതല്ല, അതേ വർക്കോ അതിന് സമാനമായ വർക്കുകളോ 16 മണിക്കൂർ നമുക്ക് ചെയ്യാൻ ഭാഗ്യം സിദ്ധിച്ചു. മേ ബി നമ്മളെന്ന് വിചാരിച്ചിട്ട് ചില ഗൾഫിലൊക്കെ പറയാറുണ്ട് 16 മണിക്കൂർ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, രസമോ എന്ന് കേൾക്കാറുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളുടെ വർക്കിംഗ് അവർ 16 എങ്കിൽ മേ ബി 25,000 തൊട്ട് 60,000 വരെ ഏൺ ചെയ്യാൻ അതിനകത്ത് ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. The same job, if you do continuously, all respectively, all the inch by inch time of a day, 24 മണിക്കൂറിന്റെ എല്ലാ മൂലയും നമ്മൾ എടുത്തു ചെയ്താൽ it may be around 50,000 to 90,000, almost 1 lakh rupees. 1,00,000 രൂപ നമുക്ക് വരുമാനമായി ഉണ്ടാക്കാൻ പറ്റുമെന്നതാണ് ശരാശരി ഉള്ളത്. പക്ഷെ ഇതിൽ തന്നെ ഒരുപാട് ആശങ്കജനകമായ ചോദ്യമുണ്ട്. The first question is, നമ്മൾക്ക് ഇവിടെ വരുന്നത് പേഴ്സണൽ എഫർട്ട്. പ്രധാനമായും ഒറ്റത്ത് നിന്ന് നമ്മൾ വരുമാനം ഉണ്ടാക്കേണ്ടി വരും, മറ്റൊരാളും കൂടെ കാണില്ല.
ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഡേഞ്ചറും അത് തന്നെയാണ്. കാര്യം ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്താൽ എത്ര ദൂരം നമുക്ക് ചെയ്യാനാകും എന്നത് വലിയ ആശങ്കയാണ്. എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്നാൽ, മേബി എന്തെങ്കിലും പേഴ്സണൽ ചലഞ്ച് വന്നാൽ ദാറ്റ് ഇൻകം മേ ബി സ്റ്റോപ്ഡ്. ദ സെക്കൻഡ് വൺ പേഴ്സണൽ പ്രസൻസ് ആണ് ലിമിറ്റഡ് ഇൻകം. കൃത്യമായിട്ടും നമുക്കൊരു ലിമിറ്റഡ് ആയ ഇൻകം ഉണ്ടാവും. മീൻസ് എല്ലാ മാസവും 20,000, എല്ലാ മാസവും 30,000. പക്ഷെ ആ മാസം നമുക്ക് 50,000ത്തിന്റെ ചെലവ് വന്നാൽ നമ്മൾ വീണ്ടും ബ്രോക്കൺ ആവാം, ലോസ് ആവാൻ സാധ്യതയുണ്ട്. കാര്യം എന്താണ്? മക്കളെ കല്യാണം ആ സമയത്ത് നമുക്ക് ഏകദേശം ആ കല്യാണവുമായി ബന്ധപ്പെട്ട് 5 ലക്ഷം 10 ലക്ഷം ആവശ്യമുണ്ടെങ്കിൽ ശമ്പള സ്കെയില് ആ തിരഞ്ഞെടുപ്പിന് കടം വാങ്ങാനേ ഓപ്ഷനുള്ളൂ. അല്ലാതെ എന്റെ സാലറി എനിക്ക് നീട്ടാനോ കൂട്ടാനോ പറ്റില്ല. കാര്യം എന്താണ്? ഞാൻ മറ്റൊരുത്തന്റെ ജോലിക്കാരനാണ്. ഈ ഒരു സെൻസ് ഉള്ളതാണ്. ഇനി അതേ സമയത്ത് നമ്മളിതൊരു ഹൗ ഡസ് എ റിച്ച് മാൻ ഏൺസ് ഇൻകം, ഇതേ പ്രോജക്ട് ഒരു ബിസിനസ്മാൻ ആണ് ചെയ്യുന്നതെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞ സ്ലൈഡ് ഒരു ജോലിക്കാരനെ കുറിച്ചാണ്. ബട്ട് ഹിയർ നൗ ഐ സീ ഓർ ഐ ഷോ യു എ സിമ്പിൾ സ്ലൈഡ് വിച്ച് ഈസ് കംപ്ലീറ്റ് റിലേറ്റഡ് വിച്ച് ടു എ ബിസിനസ്മാൻ ഓർ റിച്ച് മാൻ. ആസ് യു നോ നമ്മൾ റിച്ച് മാൻ എന്ന് വിളിക്കുന്നവർ. സോ സീരിയസ്ലി അവൻ എങ്ങനെയാ വരുമാനം ഉണ്ടാക്കുന്നത്? ഇവിടെ 8 മണിക്കൂറോ 16 മണിക്കൂറോ 24 മണിക്കൂറോ എത്രയോ ആവട്ടെ, അൺലിമിറ്റഡ് ഹവേഴ്സ് ഓഫ് ദി വർക്കിംഗ് അവന് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാര്യം അവൻ കിടന്നിറങ്ങുമ്പോഴും അവർക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പല സ്ഥലം ആൾക്കാരുണ്ട്. നിങ്ങൾ ആലോചിച്ചോട്ടെ, ഏകദേശം ഇന്ന് 63,000 കോടിയുടെ ആസ്തിയുള്ള മിസ്റ്റർ M.A. യൂസുഫ് അലിയുടെ ലുലു ഇൻഡസ്ട്രിയിൽ ഇന്ന് 60,000 ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. കേരളത്തിലെ മറ്റൊരു മൾട്ടി മില്യൺ മിസ്റ്റർ നമ്മുടെ രവി പിള്ള എന്ന് പറയുന്ന ആളുകൾ, കല്യാൺ രാമൻ എന്ന് പറയുന്ന ആളുകൾ ഏകദേശം കല്യാൺ ഡിപ്പാർട്ട്മെന്റില് 47,300 വരുന്ന ആളുകൾ വർക്ക് ചെയ്യുന്നു. ആസ് യു നോ, ദ റിയൽ മൾട്ടി മില്യൺ ഓഫ് ദ ബില്യണർ ഓഫ് ദിസ് ഏഷ്യ പസഫിക് ആൻഡ് ഇന്ത്യ, ദ മോസ്റ്റ് റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ഇന്ത്യ മിസ്റ്റർ മുകേഷ് അംബാനിയുടെ കഥയാണ് എടുക്കുന്നെങ്കിൽ ഈ റിലയൻസ് 1,95,000 വരുന്ന ആളുകൾ. അപ്പോ വരാനിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി സീറ്റ് പിടിച്ചു വെച്ച ആളുകൾ, അവർക്ക് വന്ന ആളുകൾ നിൽക്കുന്നെങ്കിൽ അവർക്ക് സൗകര്യം കൊടുത്താൽ അതാണ് ഏറ്റവും വലിയ ലീഡർഷിപ്പും ഏറ്റവും നല്ല പേഴ്സണാലിറ്റിയും. അത് ചെയ്ത് കഴിഞ്ഞ ആൾക്കാർ നല്ലൊരു കൈയ്യിൽ കൊടുക്കുക. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇങ്ങനെ തന്നെയാണ് വിജയിക്കുന്നത്. ഓക്കെ, ഏതായാലും ശരി. പ്രസവിക്കുന്നതിന് മുമ്പ് മലയാളി പേര് കുറെ തെരഞ്ഞു കൊടുക്കും. ഒരു കുട്ടി ഉണ്ടാവുള്ളൂ, പക്ഷെ കൈക്കടി 200 പേരുണ്ടാവും എന്ന് പറഞ്ഞതുപോലെ. അതേപോലെ വലിയ സീറ്റ് പിടിച്ചിട്ടാണ്, കുഴപ്പമൊന്നുമില്ല. സോ സീരിയസ്ലി ഇവിടെ പറയുന്നത് ഒരു റിച്ച്മാൻ എന്ന് പറയുന്നത് തന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിക്കുമ്പോഴാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു പക്ഷെ നമ്മളുടെ സോഫ്റ്റ്വെയർ മേഖലയിലും അതേപോലെ തന്നെ നമ്മളുടെ IT സെക്ടറിലൊക്കെ മിസ്റ്റർ ജെഫ് ബെസോസിനെ പോലെയുള്ള ആളുകളാവട്ടെ, സുക്കർബർഗ് ഫേസ്ബുക്കിനെ പോലെയുള്ള ആൾക്കാരൊക്കെ എത്ര കോടിക്കണക്കിന് ആൾക്കാരുടെ സെക്കൻഡുകൾ വെച്ചാണ് പല തുള്ളി പെരുവെള്ളം എന്ന ഒരു സമ്പ്രദായം ഉണ്ടാക്കിയത്. സോ ലോകത്ത് ഒരു കാര്യം ഉറപ്പാണ്, നമ്മളുടെ പിറകിൽ ഒരു ഹ്യൂജ് നെറ്റ്വർക്ക് ഫോർ അവർ ഓൺ ഡ്രീംസ് ഫോർ അവർ ഓൺ വർക്കിംഗ് ടൈംസ്, നമ്മുടെ സമയത്തിലോ സ്വപ്നത്തിലോ ഉണ്ടെങ്കിൽ നമ്മൾ അന്ന് തൊട്ട് ഹീറോ കാറ്റഗറിയാണ്, ഹീറോയിൻ കാറ്റഗറിയിലാണ്. എന്തുകൊണ്ട് മിസ്റ്റർ ഷാരൂഖ് ഖാൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 3 മില്യണിലധികം വരുന്ന വലിയൊരു നെറ്റ്വർക്ക് ഫോളോവേഴ്സ് അദ്ദേഹത്തിനുണ്ട് എന്നതാണ് അദ്ദേഹം കിങ് ഖാൻ ആൻഡ് ബാദുഷയാകുന്നത്. നമ്മളെന്താ ആരും ആകാത്തത്? നമ്മളെ കൂടെ ചിലപ്പോൾ കെട്ടിയോടും കൂടി ഉണ്ടാവില്ല എന്നുള്ളതും ആണ്. അതുകൊണ്ട് നമ്മളെ കൂടെ എന്ത് ജനം അണിനിരക്കുന്നോ അന്ന് തൊട്ട് നമ്മുടെ ഹിസ്റ്ററി സ്റ്റാർട്ട്. അങ്ങനെയെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഒരു കഥ പറഞ്ഞു തരാനുണ്ട്. കഥയല്ല, ഒരു കാര്യമാണ്. കാര്യം ജീവിതത്തിൽ നമുക്ക് വരുമാനം ഉണ്ടാക്കിയ ആളുകൾ ഒരുപാട് ആൾക്കാരുടെ സമയം എടുത്തുകൊണ്ടാണ് റിച്ച്മാൻ കോടീശ്വരനായത്, അല്ലെങ്കിൽ ബിസിനസ്മാൻ സാമ്രാജ്യം ഉണ്ടാക്കിയതെങ്കിൽ അവരൊക്കെ ഉണ്ടാക്കിയ ആളുകളെ പോലെയുള്ള ഒരു ജനാവലിയെ നമുക്കുണ്ടാക്കാൻ സാധ്യമാകുന്ന ഒരു മഹത്തായ പ്രോജക്റ്റിന്റെ പേരാണ് ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി. എന്തിനാണ് ഈ കൈവരിച്ച ആളുകൾ അടിച്ചതെന്നതിന്റെ ഉത്തരമാണ് ഈ ഇൻഡസ്ട്രിക്ക് ഒരു സുഖമുണ്ട്. ശരാശരി ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലാൻഡ് വേണം, ലേബർ വേണം, ക്യാപിറ്റൽ വേണം. ഭൂമി തന്നെ നമ്മൾ പോണ നല്ല ലൊക്കേഷനാണോ ബിസിനസ്സിന് പലവട്ടം പോണ്ടി വരും. അതേപോലെ തന്നെ ഒരുപാട് ഫണ്ട് അതിലേക്ക് ഇറങ്ങി കൊടുക്കണം. ബിസിനസ്സിൽ തുടങ്ങിയ ആൾക്കാരൊക്കെ കുറെ ആളുകൾ ഇപ്പോ പുലിവാല് പിടിച്ച പോലെ ആ പുലിയുടെ വാല് വിട്ട പുലിയുടെ കടി ഉറപ്പാ. ആ അർത്ഥത്തിൽ ചില ബിസിനസ് തള്ളി നിൽക്കുന്നുണ്ട്. കടയിലെ വരുമാനം കൊടുക്കാൻ പോലും ജോലിക്കാർക്ക് കൂലി കൊടുക്കാൻ വരെ അവനാന്റെ വീട്ടിൽ നിന്ന് എടുക്കേണ്ട ഗതികേട്. ആ ബിസിനസ് എങ്ങനെ നിർത്തിയാല് ഷെയർ ഹോൾഡേഴ്സ് വന്ന് പ്രശ്നമുണ്ടാക്കുമോ എന്ന പേടി, അല്ലെങ്കിൽ നാട്ടുകാർ പറയും ആ ബിസിനസ്സും കൂട്ടി ഒന്നും കയ്യിലില്ലല്ലേ. ഇങ്ങനെ പേരാളുകൾ ഒരുപാട്
ഒരുപാടാണ്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ജനാവലിയുണ്ട്, അതിൽ സമൂഹമുണ്ട്. അവിടെയാണ് നിന്റെ കയ്യിൽ നിന്ന് ഒരു നയാ പിൽസ് നഷ്ടപ്പെടാതെ നീയായിട്ട് നേരിട്ട് ആളുകൾ റിക്രൂട്ട് നേരിട്ട് വലിയ വലിയ എന്താ പറയാ പഠിപ്പുള്ള ആളുകളെ മാത്രം റിക്രൂട്ട് ചെയ്തിട്ടോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയോ നിനക്ക് ബുദ്ധിമുട്ടില്ലാതെ ഒരു ഹ്യൂജ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായാൽ ഒരു തീരുമാനം കൊണ്ട് മാത്രം ലോകത്തോളം വളർന്ന ഒരു വലിയ പ്രൊജക്ട് നിനക്ക് ചെയ്യാനാകും. ആ പ്രൊജക്ടിന്റെ നെയ്മാണ് ഓണാങ്കള്ളി ഡയറക്ട് ടു സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഈ ഇൻഡസ്ട്രി എന്നതിനെ കുറിച്ച് പറയുമ്പോൾ ശരാശരി പുതുമയുള്ള ആളുകളുണ്ട്, പഴയയിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. ചില സാധനങ്ങൾ ഒരുപാട് കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് ഗ്രാഹ്യമാകുന്നത്, പലവട്ടം കേൾക്കുമ്പോഴാണ്. അങ്ങനെയെങ്കിൽ അവർക്ക് കേൾക്കാൻ ഈ സ്ലൈഡ് സഹായകമാണ്. ട്രഡീഷണൽ ബിസിനസ് എന്താണ്, അതിൽ നിന്ന് വിഭിന്നമായതാണല്ലോ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. യെസ്, അങ്ങനെയെങ്കിൽ ട്രഡീഷണൽ ബിസിനസ് എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളിന്ന് ഒരു ഉൽപ്പന്നം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതൊരിക്കലും 100 രൂപയുടേതാണെങ്കിൽ നമ്മളെ തൊട്ട് വീടിന്റെ അടുത്താണ് വാങ്ങിക്കുന്നത്. ആ ഉൽപ്പന്നം ഉണ്ടാക്കിയ ഗുജറാത്തിലോ ഡൽഹിയിലോ പോയി അല്ല നമ്മൾ വാങ്ങിക്കുന്നത്. സ്വർണ്ണോ നമ്മൾ ഒരിക്കലും എന്തല്ല അതിന്റെ മാനുഫാക്ചർ യൂണിറ്റ് നല്ല വാങ്ങിക്കുന്നത് തന്റെ വീടിന്റെ പരിസരത്തെ ഷോപ്പിൽ നിന്നാണ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഷോപ്പുകാരൻ എവിടുന്ന് വാങ്ങിച്ചു കാണണം? ഒരു ഹോൾസെയിൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് വാങ്ങിച്ചു കാണും. ഹോൾസെയിൽ കാരണം ഒരു ഡിസ്ട്രിക്ട് എല്ലാ തരത്തിലുള്ള സപ്ലൈ കണ്ടിരിക്കാം, അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്റ്റോക്കിസ്റ്റ് അവർ വാങ്ങിയിരിക്കാം, സോണൽ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് വാങ്ങിയിരിക്കാം, CNF പേറ്റന്റ് ക്ലിയറിംഗ് ആൻഡ് ഫോർവേഡിംഗ് ഏജൻസി എന്ന് വാങ്ങിയിരിക്കാം. ഇവിടെ ND നമ്മുടെ നാഷണൽ ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ നമുക്കൊക്കെ നാഷണൽ ടീം കോർഡിനേറ്റർ എന്ന് പറയാം. ഇതിനിടയിലുള്ള ഓരോ ടീമും ഡിസ്ട്രിക്ട് പോയിന്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ DTC ആണ്, ZTC ആണ് ലെവലിൽ വിചാരിച്ച കാര്യങ്ങളും. സോ സീരിയസ്ലി നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത് ഈ സ്ലൈഡിൽ പറയുന്ന പ്രകാരം, അതല്ലെങ്കിൽ ഇന്നത്തെ ട്രഡീഷണൽ ബിസിനസിന്റെ സമന്വയം എന്ന് പറയുന്നത് ഫാക്ടറിയിൽ നിന്ന് നമ്മളിലേക്ക് ഉൽപ്പന്നം എത്താൻ ഇടത്തട്ടുകാർ പലതുണ്ട്. യെസോർണോ? നമ്മൾ 100 രൂപക്ക് വാങ്ങിച്ചെങ്കിലും കടക്കാരൻ അത് 100 രൂപക്ക് വാങ്ങിച്ചു കാണില്ല. മിസ്റ്റർ ഒരു പക്ഷേ 90-നായിരിക്കാം വാങ്ങിച്ചത്, അദ്ദേഹത്തിന് നമ്മളിവിടെ 10 രൂപ ലാഭം കിട്ടി. അങ്ങനെ ആ കടക്കാരന് തൊട്ട് മുകളിൽ നിന്ന് 50-ന് വാങ്ങിച്ചായിരിക്കാം, അയാൾ ഒരു പക്ഷേ 70-നായിരിക്കാം, 60-നായിരിക്കാം, 50-നായിരിക്കാം. ഇത് മാർക്കറ്റിലേക്ക് 40-നായിരിക്കും ഇറങ്ങിയത്. സോ 40 രൂപയുടെ ഉൽപ്പന്നം നമ്മൾ എത്രയും വാങ്ങേണ്ടി വന്നു? 100-നാണ്. പക്ഷെ അത് നമ്മളിലേക്ക് എത്താനാണ് ഏറ്റവും കൂടുതൽ കോസ്റ്റ് എടുത്തിട്ടുണ്ടാവുക. ഓൾമോസ്റ്റ് 40-60%, 40% തൊട്ട് 60%. ഇടത്തട്ടുകാർ ഓരോരുത്തരും ഇവർക്കൊക്കെ ഉള്ള പണം കൊടുത്ത് നമ്മളാണെന്നുള്ളത് മറ്റൊരു രസകരമായ കോമഡിയാണ്. കാര്യം നമ്മളാണ് യഥാർത്ഥ കോടീശ്വരന്മാർ. അതുകൊണ്ടല്ലേ പറഞ്ഞത് കസ്റ്റമർ ഈസ് ദ കിങ് എന്നുള്ള സൂചിപ്പിക്കാനുള്ള വേണ്ട. സോ സീരിയസ്ലി ആലോചിച്ച് നമ്മുടെ കാശെന്നാണ് മിസ്റ്റർ അംബാനിമാരും അദാനിമാരൊക്കെ കാശ് എടുത്തത് എന്നത് മറ്റൊരു സത്യം. സോ ഇവിടെ കാണിച്ച പ്രകാരം ഇതാണ് ട്രഡീഷണൽ ബിസിനസ്. ഇടത്തട്ടുകാര്, പരസ്യക്കാര്, ഒരുപാട് ആൾക്കാര് അതിന്റെ ഓൾമോസ്റ്റ് 40 തൊട്ട് 60% കാശ് എടുത്ത് കാണാം. അവരാണ് ഏകദേശം ഇങ്ങനെയാണ് ട്രഡീഷണൽ ബിസിനസ് എങ്കിൽ. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാല് ഉൽപ്പന്നം നമുക്ക് നേരിട്ട് ഫാക്ടറിയിൽ നിന്നാണ് ലഭ്യമാകുന്നത്. മീൻസ് യഥാർത്ഥ അതിന്റെ എന്താ പറയാ മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്, അതല്ലെങ്കിൽ അതിന്റെ തസ്തികകളിൽ നിന്നാണ് ലഭ്യമാകുന്നത്. എന്നിട്ട് അതൊരു കമ്പനി വഴി ഡിസ്ട്രിബ്യൂട്ടർ വഴി ഇവിടെയുള്ള ഓരോ ലീഡർക്കും ഇതിനെ തുടർന്ന് കാണാൻ പറ്റും. ആദ്യത്തെ ലീഡർ സാധനം വാങ്ങിച്ചു, പിന്നെ അനുബന്ധമായി ഓരോരുത്തർ കൈമാറി വന്നു. അങ്ങനെയാണ് നിങ്ങളുടെ കയ്യിൽ ഓണാറ്റോന്റെ പേസ്റ്റും സോപ്പും ഒക്കെ എത്തിയത്. സോ സീരിയസ്ലി അങ്ങനെ വരുമ്പോൾ ഏകദേശം ക്യാൻ സേവ് അപ് ടു 60% 60% നമുക്ക് ലാഭിക്കാൻ പറ്റും. സോ മുന്നത്തെ ബിസിനസ്സിൽ ഇടത്തട്ടുകാർ ഉപയോഗിച്ച് 40 തൊട്ട് 60% വരുന്ന സംഖ്യ നമ്മൾ നേരിട്ട് ആളുകൾ മൗത്ത് പബ്ലിസിറ്റിയിലൂടെ മാൻ ടു മാൻ ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്ത് വരുമ്പോ ഏകദേശം ഇത്രയും ഒരു ഭീമൻ സംഖ്യ അതിന്റെ MRPയിൽ നിന്ന് മാറ്റിവെക്കുന്നു. ആ സംഖ്യയെ ഒരു തുല്യ അനുപാതത്തിലും ഒരു സിസ്റ്റം പ്രകാരവും സമൂഹത്തിന്റെ ഇടയിൽ റീഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന പ്രോജക്റ്റിന് പറയുന്ന പേരാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഇത് വികസിച്ചു പോകുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ മൗത്ത് പബ്ലിസിറ്റിയാണ്. നമുക്കറിയാം ഒരുപാട് സിനിമകൾ ഹിറ്റാകുന്നത്, ഒരുപാട് വാർത്തകൾ ഏറ്റവും നല്ല തീ പിടിച്ച വാർത്തയാകുന്നത് ജനം പറഞ്ഞാണ്. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇനി കഥകൾ മാറ്റി ഉൽപ്പന്നത്തെ കുറിച്ച് പറഞ്ഞാൽ ഒരു കോടീശ്വരനാകാം. പറച്ചിൽ നിർത്തേണ്ട സബ്ജക്റ്റും മാത്രം മതി. സീരിയസ്ലി ഇൻഡസ്ട്രിയെ കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ അതിന്റെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്
Direct selling to provide jobs almost 18 million youths by 2025. After, as you know, 6 or 7 months, 6 മാസങ്ങൾക്കപ്പുറം 2025 എന്ന വർഷം പിറക്കുമ്പോ 18 മില്യണോളം വരുന്ന വലിയൊരു ജനസാഗരത്തിന് ജോബ് 100% ഉറപ്പിച്ച് അവർ കരിയറായി എന്ന പ്രോജക്റ്റാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ആലോചിക്കുക, ഫിക്കിയുടെയും KPMG റിപ്പോർട്ട് പ്രകാരം ഏകദേശം ഇന്ന് 65,000 കോടി ടേൺ ഓവർ കണക്കാക്കപ്പെടുന്ന പ്രോജക്ട്. നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്ക്, 2025 65,000 കോടിയിലേക്ക് എത്തുമെന്ന് പറയുന്നത് നമ്മൾ ചെയ്താലും ഇല്ലെങ്കിലും സംഭവിക്കും. ഏകദേശം 60% ജനങ്ങൾക്ക് വിഭാവനം ചെയ്യപ്പെടുന്നുവെങ്കിൽ 2025 പരത്തുമ്പോഴത്തേക്ക് ഏകദേശം 43,000 കോടി ഉറുപ്പിക ഇത് ചെയ്യുന്ന ആണിനും പെണ്ണിനും കിട്ടും. വേണോ വേണ്ടയോ? ആരും വേണ്ടി വേണോ വേണ്ട? യെസ്, വേണം. അത് കിട്ടേണ്ടുന്ന രൂപം പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇവിടെ ഫിക്കിയും KPMG പറയുമ്പോ നമ്മുടെ അയൽവാസി പറഞ്ഞില്ല എന്ന്, കൂട്ടുകാരൻ പറഞ്ഞില്ല എന്നാണ് നമ്മുടെ പരാതി. Federation of Indian Chamber of Commerce and Industry, FICCI, an authentical community in India, and KPMG is worldwide ആയിരിക്കുന്ന ഒരു ഓഡിറ്റിംഗ് ടീമാണ്. ലോകത്തിൽ ഇവരെ നോക്കിയാണ് ബിസിനസ്സുകാർ കാര്യം തീരുമാനിക്കുന്നത്. നമ്മളും ബിസിനസ്സുകാരനാവാനാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ ഈ സ്ലൈഡ് നോക്കിയാൽ തീരുമാനിക്കേണ്ടത്, കുടുംബത്തെ നോക്കിയാലല്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് പറ്റില്ല. ആ ഒരു പ്രോജക്ട് ഒരു കാലത്ത് ഇന്ത്യയിൽ വന്നു പോയിരുന്നു. പറയും, ഞാൻ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, നീ പോയത് മലപ്പുറത്തല്ലേ, ഞങ്ങൾ പോയത് ഡൽഹിയിലാണ്, മുംബൈയിലാണ്, സ്വർണ്ണോ ഇത് പറയാറുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവരോട് കൃത്യമായിട്ട് പറയണമെന്ന് കേരള ഗസറ്റ് വിജ്ഞാപനം പുറത്തു വന്നിരിക്കുന്നു. ഇന്ന് ഗവൺമെന്റ് സീരിയസ്ലി അതിന് നോംസ് ആൻഡ് കണ്ടീഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ഗവൺമെന്റിന്റെ അണ്ടറിൽ നടക്കുന്ന ഒരു ഓൾ ഒതന്റിക് ആയിരിക്കുന്ന, അപ്രൂവ്ഡ് ആയിരിക്കുന്ന, മോസ്റ്റ് റെസ്പെക്റ്റീവ് ആയിരിക്കുന്ന ഒരു പ്രോമിസിംഗ് കരിയർ ഇൻഡസ്ട്രി ആണ് എന്ന് പറയുന്നിടത്താണ് ഇതിന്റെ യഥാർത്ഥ ബ്യൂട്ടി എന്ന് കൂടെയുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുക. അതിന്റെ നിയമവശങ്ങളാണ് നിങ്ങൾ കാണുന്ന ഈ സ്ലൈഡില്. ഇതിനെ അവിടെ അന്നുണ്ടായിരുന്ന മറ്റ് നമ്മുടെ സിവിൽ സപ്ലൈ വകുപ്പ് മന്ത്രി അവിടെ തുടങ്ങി, തിരുവനന്തപുരം സാറ് മുഖ്യമന്ത്രി, ഇങ്ങനെ തുടങ്ങിയുള്ള ഒട്ടനവധി ഗവൺമെന്റ് ഒഫീഷ്യൽസ് സീരിയസ്ലി ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട്, അതുമാത്രമല്ല ഡിസംബർ 28, 2021 നമ്മുടെ ഗസറ്റ് ഓഫ് ഇന്ത്യ ഗവൺമെന്റ് തലത്തിൽ പോലും ഒരു സീരിയസ് ആയിരിക്കുന്ന ഓർഡിനൻസ് ഇതിന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ സീരിയസ്ലി നമുക്ക് ഓപ്ഷനില്ല. കാര്യം എന്താണ്, നമ്മളെ പോലെയുള്ള അല്പജ്ഞരായ ആളുകളല്ല ഈ ഇൻഡസ്ട്രിയെ കുറിച്ച് പറഞ്ഞത്. ഇന്ത്യ ഇനി എവിടേക്ക് പോകണമെന്ന് ചിന്തിക്കുന്ന നീതി ആയോഗിന്റെ ചെയർമാൻ മിസ്റ്റർ അമിതാഭ് കാന്ത് IAS പോലെയുള്ള ആളുകൾ അവർ പറയുന്ന വാക്ക്, ഇന്ത്യ നീഡ്സ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഇന്ത്യക്ക് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ആവശ്യമാണെന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒഫീഷ്യൽസ് ആവുമ്പോ ഇനി നാട്ടുകാർ വേണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കാര്യം സീരിയസ്ലി പറയേണ്ടവർ പറഞ്ഞു, പാസ്സാകേണ്ട ബില്ല് പാസ്സായിട്ടുണ്ട്. ദിസ് ഈസ് ദ കറക്റ്റ് ഫിറ്റ്നസ് മൊമെന്റ് എന്ന് മനസ്സിലാക്കുക. ഇതാണ് യഥാർത്ഥ സമയമെന്ന് തിരിച്ചറിയുക. സോ അങ്ങനെ വരുമ്പോ നമ്മൾ ഇതിന്റെ ഈ സ്ലൈഡ് നോക്ക്. ലോകാടിസ്ഥാനത്തിൽ ഈ ഇൻഡസ്ട്രിയുടെ പൾസ് എന്താണ്? സോ ലോകത്ത് നോക്കുമ്പോ WFDS, വേൾഡ് ഫെഡറേഷൻ ഓഫ് ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ സമ്പ്രദായമുണ്ട്. ആ ഒതന്റിക്കൽ ടീമിന്റെ കണക്കിൽ കാണിക്കുന്നത് ഏകദേശം 62ഓളം വരുന്ന DSA, ഡയറക്ട് സെല്ലിംഗ് അസോസിയേഷൻസ്, 62ഓളം വരുന്ന രാജ്യങ്ങൾ ഔദ്യോഗികമായിരിക്കുന്ന അസോസിയേഷൻ രൂപീകരിച്ചു. ഏകദേശം 176ഓളം രാജ്യങ്ങൾ 2024 കണക്ക് പ്രകാരം 176 രാജ്യങ്ങൾ, ഓൾമോസ്റ്റ് UN അംഗീകരിച്ചത് 200 and something ആണ് എന്നുണ്ടെങ്കിൽ ലോകത്ത് 99% രാജ്യവും ഇന്ന് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയെ സീരിയസ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നു എന്നതാണ് ഈ പ്രോജക്റ്റ് കാണിക്കുന്നത്. And also we are so much proud and lucky and very much happy that as you see on the screen, നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന ഈ മഹാരാജ്യം ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി കുറച്ച് വൈകിയാണ് തുടങ്ങിയതെങ്കിലും കുറഞ്ഞ കാലം കൊണ്ട് പ്ലാറ്റിനം റാങ്കിലേക്ക് ഇന്ത്യ രാജ്യം എത്തിയിട്ടുണ്ട്. ഏഷ്യ പസഫിക് റെക്കോർഡിൽ തന്നെ ഒരു വർഷം 15ാം റാങ്കിലേക്ക് ഈ ഇന്ത്യ രാജ്യം ഫാസ്റ്റ് ആയിട്ട് കുറിക്കുന്നുണ്ടെങ്കിൽ നോ ഡൗട്ട് ഇന്ത്യ ഈസ് ഗ്രോയിങ്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഈസ് ഗ്രോയിങ്. ഇന്ത്യ വളരുന്നുണ്ട്, കൂടെ ഇൻഡസ്ട്രി വളരുന്നുണ്ട്, നമ്മൾ വളരുന്നുണ്ടോ എന്ന് മാത്രം നോക്കുക. മാത്രമല്ല 2019 കണക്ക് പ്രകാരം $2.47 ബില്യൺ
ഏകദേശം കണക്ക് കാണിക്കുന്നത് വലിയൊരു കണക്ക് പ്രകാരം 118 മില്യണോളം വരുന്ന യുവാക്കള് അതല്ലെങ്കിൽ ഡയറക്ട് സെല്ലേഴ്സ് ഇതിന്റെ പാർട്ടാണ്. നിങ്ങൾ ഓൾമോസ്റ്റ് നമുക്ക് 2000 എന്താ പറയാ ഓൾമോസ്റ്റ് ഇവിടെ കണക്ക് പ്രകാരം കാണിക്കുന്നത് 2017 104 മില്യൺ ആണെന്നുണ്ടെങ്കിൽ 2024 എത്തുമ്പോഴേക്ക് അത് 118 മില്യൺ. ഒരു പക്ഷെ 100-ൽ നിന്ന് 18 മില്യണോളം വരുന്ന പുതിയ ആളുകള് ഈ ഇൻഡസ്ട്രിയെ കരിയറായി സ്വീകരിച്ചിട്ടുണ്ട്. വൈകി പോകുന്നു എന്ന് മാത്രമാണ് ഈ സ്ലൈഡ് പറയുന്നത്. സോ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഇങ്ങനെയാണ്. ഓക്കെ, ശരി. പക്ഷെ ഏത് കമ്പനി ഞാൻ സ്വീകരിക്കും? ഓക്കെ, ഏതാണ് ഞാൻ സ്വീകരിക്കാൻ യുക്തമായ കമ്പനി? പുതുമുഖങ്ങളായി നിൽക്കുന്ന ആളുകൾ, ചില ആളുകൾ എന്തുണ്ട്, ഞാൻ മിനിമം 10 കമ്പനി ചെയ്തിട്ടുണ്ട്, ഇതിന്റെ അത്ര കമ്പനി എക്സ്പീരിയൻസ് എനിക്കില്ല. പണ്ടേതോ സിനിമയിൽ പറഞ്ഞ പോലെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ നീ ചെയ്തിട്ടില്ല, കാരണം ഏറ്റവും തോറ്റു വരെ എനിക്കെന്ന് പറഞ്ഞ പോലെ ഒരുപാട് കമ്പനി ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനേക്കാൾ എനിക്കറിയാവുന്ന ഒരു പക്ഷെ നിങ്ങൾ പ്ലാൻ കൊടുക്കുന്ന ആള് പറഞ്ഞിട്ടുണ്ടാവും, അയാളെ പിടിച്ചുവിടെ കൊടുത്ത് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സ്പെഷ്യലായിട്ടുള്ള ക്ലാസ്സാണ് ഇത്. കാര്യം ഇത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഒരു കമ്പനി ഹൗ വി ചൂസ് ഓർ വാട്ട് ദ ക്രൈറ്റീരിയാസ് ദാറ്റ് വി ഹാവ് ടു മസ്റ്റ്ലി ഫോക്കസ് ഓൺ, എന്താ പറയാ, നമ്മൾ കൃത്യമായിട്ട് നോക്കേണ്ടത് എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു കമ്പനി ചൂസ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ട് നോക്കേണ്ടത് ഹൈലി ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ ഉണ്ടോ, നല്ല ക്വാളിറ്റി ഉൽപ്പന്നം ആ കമ്പനിക്ക് ഉണ്ടോ ഇല്ലേ. അതല്ലാതെ എവിടുന്നോ കൊടുക്കുന്ന ചായപ്പൊടിയുണ്ട്, പഞ്ചസാരയുണ്ട്, ഇത് കുടിച്ചാൽ സ്വർഗത്തിൽ നേരിട്ട് പോകാന്ന് പറയുന്ന പഞ്ചസാരയുടെ കമ്പനി ഒന്നും അല്ല ഇത്. മറിച്ച് മനുഷ്യരാശിക്ക് ഏറ്റവും കമ്മ്യൂണിറ്റിക്ക് ആവശ്യമുള്ള, സമൂഹം ഇന്ന് തേടിക്കൊണ്ടിരിക്കുന്ന ഉൽപ്പന്നം വിഭാവനം ചെയ്യുന്നുണ്ടോ? തിരിയാൻ വേണ്ടി ഒരു വഴി കൂടി പറയാ, ഇൻകം പ്ലാൻ ഇല്ലെങ്കിലും ആ ഉൽപ്പന്നം സമൂഹത്തിന് ആവശ്യമുണ്ടോ ഇല്ലേ എന്ന ചോദ്യമാണ് ഹൈ ക്വാളിറ്റി പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. പ്രൂവൺ ട്രാക്ക് റെക്കോർഡ്, ആ കമ്പനിയുടെ ട്രാക്ക് റെക്കോർഡ് അടിപൊളിയാണോ? ചില കമ്പനികൾ എന്തുണ്ട്, ഇത് മലപ്പുറത്ത് തുടങ്ങിയ കമ്പനിയാണ്, മിനിഞ്ഞാന്നാണ് ബസ് സ്റ്റാൻഡിന്റെ ബാക്കിലെ ആ റൂമിൽ തുടങ്ങിയത്. അത് ലെറ്ററാണ് ഫസ്റ്റ് ഐ ഡി, സെക്കൻഡ് ഐ ഡി മുഹമ്മദ് ഖാൻ, മൂന്നാമത്തെ ഐ ഡി ആണ്. ഇങ്ങനെയുള്ള കമ്പനിയാണോ ഇത്? അല്ല, ഇതൊരു ചോദ്യമാണ്. എന്താണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്? ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്, വലിയ റിസ്ക് ഒന്നുമില്ല. ചില കമ്പനികൾ പറയുന്നത് ഇതിന്റെ പ്ലാന് പഠിച്ചു കഴിയുമ്പോൾ തന്നെ 6 മാസമാകും. ഞങ്ങളെ സാറിന്റെ പഠിച്ചത് മിനിമം 10 മാസം കൊണ്ടാണ്. അതാണോ ഇത്? അല്ലേ. മറ്റൊന്നാണ് ഗവൺമെന്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം. വളരാൻ എല്ലാവർക്കും ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടോ ഇല്ലേ? കാര്യം എന്താ, ഒരു ഇൻഡസ്ട്രി എന്ന് പറയുന്നത് സ്കൂളിൽ കേട്ടില്ല, മദ്രസയിലും കേട്ടില്ല, യൂണിവേഴ്സിറ്റിയിൽ ആരും പഠിച്ചില്ല, നാട്ടുകാരും ഇത് അറിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സിസ്റ്റം ഓൾറെഡി ഇംപ്ലിമെന്റഡ് ആണോ? സ്ട്രോങ് മാനേജ്മെന്റ് ആൻഡ് ലീഡേഴ്സ്, ഇക്കോണമിക്കൽ പവർ, പൊളിറ്റിക്കൽ പവർ, ഇൻഫ്ലുവൻഷ്യൽ പവർ. കാര്യം എന്താണ്, ഒരു കമ്പനിയോട് കൂടെ ഗ്ലോബൽ എന്ന പദം കൂട്ടുമ്പോ, ലോകോത്തരം എന്ന പദം കൂട്ടുമ്പോ, ലോകത്തോളം വളരാനുള്ള മണി കപ്പാസിറ്റി ആ ടീമിനുണ്ടോ? അതല്ലെങ്കിൽ അത്രയും ബിസിനസ് ആയിരിക്കുന്ന മാനേജ്മെന്റ് അവർക്ക് പിറകിലുണ്ടോ? അതല്ല, ലോകത്തോളം ഏത് പഞ്ചായത്ത് തുടങ്ങിയ കമ്പനിയുടെ കൂടെ ഉണ്ടാവും, പക്ഷേ അത് അടുത്ത വാർഡിൽ എത്തുമ്പോൾ തന്നെ കമ്പനി കൂട്ടിയിട്ടുണ്ടാവും. അങ്ങനത്തെ ഗ്ലോബൽ ആണോ ഇത്? ഇതൊക്കെ തിരിച്ചറിയേണ്ടതുണ്ട്. നെക്സ്റ്റ് ഒന്നാണ് അട്രാക്റ്റീവ് ബിസിനസ് പ്ലാൻ. ഏതാൾക്കും നമുക്ക് കിട്ടേണ്ട ഏറ്റവും പ്രധാനം ദീപസ്തംഭം, മഹാശ്ചര്യം, എനിക്ക് കിട്ടണം പണം, ഞാൻ ഇതിൽ വന്നാൽ ഞാൻ രക്ഷപ്പെടുകയില്ല. അതാണ് അവസാനം പറയുന്നത്, അത് ഫസ്റ്റ് പറയും. അതൊക്കെയുള്ള കമ്പനിയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. എങ്കിൽ ഈ കുത്തുകുത്ത് ഞാൻ അടുത്തത് അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു കമ്പനിയെ നമുക്ക് പറയാനുണ്ട്. ഇറ്റ് ഈസ് നദർ ദാൻ ദ മോസ്റ്റ് പ്രൊമിസിംഗ് വൺ ആൻഡ് ഓൺലി ദ മോസ്റ്റ് എക്സ്ട്രാഓർഡിനറി ഫാബുലസ് ഫാന്റബുലസ് ആൻഡ് ഇമ്മാക്കുലേറ്റിംഗ് വിക്ടറി ഹാസ് ദിസ് കമ്പനി ഇൻ ട്രാക്ക് റെക്കോർഡ് ആസ് ദി നദർ വൺ ആൻഡ് ഓൺലി MI ലൈഫ്സ്റ്റൈൽ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇതാണ് ആ കമ്പനി എന്ന് പറയുന്നത്. പക്ഷേ ഈ കമ്പനിക്ക് ഇത്രയും പവർ കിട്ടാൻ കാരണം എന്താണ്? സോ 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ട്രാക്ക് റെക്കോർഡ് ഒന്നുകൂടി ഞാൻ പറഞ്ഞു വന്നത് കണ്ടുപിടിച്ചാല് ലോകത്ത് വരുമാനം ഉണ്ടാക്കാൻ പല പ്രൊജക്ട് ഉണ്ട്, ബിസിനസ് ഉണ്ട്, ജോബ് ഉണ്ട്. ബിസിനസ്സിൽ ഏറ്റവും നല്ല ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി, അത് പ്രത്യേകിച്ച് ഇൻവെസ്റ്റ്മെന്റോ ലാൻഡ് ലാബിന്റെ ക്യാപിറ്റലൊന്നും ഇല്ല. അങ്ങനെ ചെയ്തിട്ട് ഏറ്റവും ടോപ്പാണ് ഡയറക്ട് സെല്ലിംഗ്. ഡയറക്ട് സെല്ലിംഗിൽ ഏറ്റവും നല്ല കമ്പനി ഏത്? മൈലേഷ്യ. ഇതാണ് മൂന്നാമത്തെ ഫേസ് ഓഫ് ടോക്ക്, നമ്മുടെ സംസാരത്തിന്റെ മൂന്നാമത്തെ ഭാഗമാണ്. ഈ കമ്പനിയെ കുറിച്ച് പറയുന്ന സമയത്ത് അഭിമാന പുരസ്സരം നമുക്ക് പറയാൻ പറ്റും. എന്ന് ആളുടെ ഒരു കല്ലിട്ടാൽ ആ കല്ല് എവിടെ വീഴോ ആ കല്ല് വീഴുന്നിടത്തൊക്കെ ഒരു മൈലേജ് ഡിസ്ട്രിബ്യൂട്ട് ഉള്ള തലത്തിലേക്ക് ഇന്ത്യ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി. അതാണ് ഈ കമ്പനിയുടെ പ്രത്യേകത. കാര്യം നമ്മൾ ആലോചിച്ചത് ഇന്ത്യയുടെ പ്രോമിസിംഗ് സിറ്റികളിലെ മുഴുവനും ഇന്ന് 1000-ലധികം ബിഗ് സെന്ററുകൾ വന്നു കഴിഞ്ഞു. കമ്പനിയുടെ
2025 കഴിയുമ്പോഴത്തേക്ക് ഓരോ 10 കിലോമീറ്ററിനകത്തും അതല്ലെങ്കിൽ ഓർഡർ ചെയ്ത പ്രൊഡക്റ്റ് അരമണിക്കൂറിന്റെ താഴെ കയ്യിൽ എത്താവുന്ന വിധം ഈ കമ്പനിയുടെ ഔട്ട്ലെറ്റ് വിഭാവനം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ വാട്ട് എ ഫാസ്റ്റ് ഓഫ് ദിസ് കമ്പനിക്ക് നല്ലൊരു കൈയുടെ MI ലൈഫിലൂടെ പ്രത്യേകതയില് പ്രധാനപ്പെട്ട ഒരുപാട് സർട്ടിഫിക്കറ്റ് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് നമുക്ക് പറയാൻ പറ്റും ആയുഷ്. ഇന്ന് ആരോഗ്യ മേഖലയിലെ ഏറ്റവും അത്ഭുതം ആയുർവേദത്തിനെ സാധ്യമാകൂ എന്ന് പറഞ്ഞത് WHO. അവിടെ നിന്ന് നേരിട്ട് ആള് കടന്നു വന്നത് ഇന്ത്യയിൽ നിന്ന് അവര് നേരെ കണ്ട ആദ്യത്തെ ഓഫീസില് മിനിസ്ട്രി ഓഫ് ആയുഷ് ആണ്. ആ മിനിസ്ട്രി ഓഫ് ആയുഷിന്റെ മുമ്പിൽ ഇരുന്ന് ലോകത്തിന്റെ ആയുർവേദത്തിന്റെ തലപ്പത്ത് നിൽക്കാൻ നിങ്ങൾക്ക് ആകൂ എന്ന് ആയുഷ് മന്ത്രാലയത്തോട് പറഞ്ഞപ്പോ അതേ ആയുഷ് മന്ത്രാലയത്തിന്റെ ഏറ്റവും കൂടുതൽ പ്രീമിയം ക്വാളിറ്റി സർട്ടിഫിക്കറ്റ് ഉള്ള വൺ ആൻഡ് ഓൺലി കമ്പനി ദാറ്റ് ഈസ് MI ലൈഫ് നമ്മളാണ് എന്ന് പറയുമ്പോൾ WHO അറിയാത്ത അംഗീകാരം നമുക്ക് തന്ന പോലെ എന്ന് തോന്നുന്നു എന്ന് ലീഡർമാർക്ക് മനസ്സിലായിരിക്കണം. നെക്സ്റ്റ് വൺ ആണ് നമ്മളുടെ ബ്രൂൺസവിക് ലാബ്. വേൾഡിൽ തന്നെ ഏറ്റവും നല്ല ന്യൂട്രീഷൻ സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ് ആൻഡ് ഇറ്റ്സ് മെയ്ഡ് ഇൻ അമേരിക്കൻ കൺട്രീസ് എന്ന് വരുന്ന സാധനമാണ്. ആൾസോ ഇത് 11 മാസം ഇങ്ങനെ റിന്യൂവൽ ചെയ്തുകൊണ്ടിരിക്കണം. ഈച്ച് ആൻഡ് എവരി ബാച്ച് ഹാസ് ടു ബി അപ്ഡേറ്റഡ് ഇൻ എവരി 11 months. അതാണ് ഇതിന്റെ പ്രത്യേകത. ഇത്രയും ഹൈലി ക്വാളിറ്റി സർട്ടിഫിക്കറ്റിനോട് കൂടെ തന്നെ എണ്ണം പറഞ്ഞ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അതുപോലെ GP തൊട്ട് അതുപോലെയുള്ള ഒട്ടനവധി സർട്ടിഫിക്കറ്റ് ഹൈ ക്വാളിറ്റി 10-12 നല്ല കിട്ടു സർട്ടിഫിക്കറ്റ് സാക്ഷി പറയുന്ന ഒരു കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈലിന്റെ പ്രൊഡക്ട്സുകൾ എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല സീരിയസ്ലി ഈ ഇൻഡസ്ട്രിയുടെ ഭാഗത്ത് നോക്കുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്ത മേഖലയിലൊക്കെ എനിക്കറിയാൻ പറ്റും. മെഡിക്കൽ എൻട്രൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു വലിയ ഫാക്കൽറ്റി ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയട്ടെ. ഡോക്ടർമാരാകുന്ന പിള്ളേരൊക്കെ പറയാറുണ്ട് ഞങ്ങൾ ദിവസങ്ങളോളം മാസങ്ങളോളം കാത്തുകാത്തിരിക്കാറുണ്ട് ഈ മിസ്റ്റർ DP അനന്തനാരായൺ സാറിന്റെ ഒരു സെഷന് വേണ്ടിയെന്ന്. അത്രയും പവർഫുൾ ആകുന്ന ഇന്ത്യ കണ്ട 30 ചില്ലാനം എക്സ്ട്രാ ഓർഡിനറി സയന്റിസ്റ്റിലേക്ക് ആസിനോ ഇൻ ഡിസ്ട്രിക്ട് മിസ്റ്റർ ഡോക്ടർ KK രാജേഷിനെ പോലെ ഹിന്ദുസ്ഥാൻ യൂണിവേഴ്സിറ്റി പോലുള്ള കമ്പനിയുടെ നെറ്റ്വർക്കിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ആധാരം കുറിച്ച് ഇന്ന് അതിന്റെ അത്ഭുതം ക്രിയേറ്റ് ചെയ്ത ഹിന്ദുസ്ഥാൻ ലിവർ അതല്ലെങ്കിൽ നമ്മുടെ DPA എന്ന് പറയുന്ന ഡാബർ നാരായണ ബൻസാര പോലെയുള്ള വലിയ റാംബാക്സി പോലെയുള്ള വലിയ കോർപ്പറേറ്റ് ഭീമന്മാർക്ക് ആരോഗ്യത്തിന്റെ മന്ത്രണം പറഞ്ഞു കൊടുത്ത വ്യക്തി. അതുപോലെയുള്ള ഒട്ടനവധി ആൾക്കാർ നമ്മുടെ എയ്സ് ഇന്ത്യ ഫൗണ്ടേഷന്റെ തലപ്പത്ത് മിസ്റ്റർ ഡോക്ടർ പത്മജന പോലെയുള്ള ആൾക്കാര് യൂറിനറി ഡിപ്പാർട്ട്മെന്റിന് ആയുർവേദ ഡിപ്പാർട്ട്മെന്റ് ഇൻഗ്രീഡിയൻസ് അമേരിക്കൻ രാജ്യത്ത് സപ്ലൈ ചെയ്യാൻ ഇന്ത്യ അംഗീകാരം നൽകി അമേരിക്ക കാത്തു നിൽക്കുന്ന മില്ലേനിയൻ അവാർഡ് 2003 കരഗതമാക്കിയത് വണാണ്ടി മോസ്റ്റ് പവർഫുൾ സയന്റിസ്റ്റ് യൂണിയൻ ഡിപ്പാർട്ട്മെന്റ് മിസ്റ്റർ പത്മജന പോലെയുള്ള മോസ്റ്റ് പവർഫുൾ ആയിരിക്കുന്ന 10-30ഓളം എണ്ണം പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഈ കമ്പനിയുടെ പിറകിലുള്ളത് എന്നത് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ നമ്മളെ കമ്പനി പ്രധാനമായിട്ടും പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാറ്റഗറി ഏതാണ്? ദാറ്റ് ഈസ് വൺ വെൽനസ് പ്രോഡക്ട്സുകളാണ്. എന്താണ് വെൽനസ് എന്ന് പറയുന്നത്? ആസ് യു നോ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. രോഗം വരുന്നതിന് മുമ്പ് ചികിത്സിക്കുകയാണ് നല്ലത്. നമ്മൾ ചെയ്തിട്ടുണ്ടോ? ചെയ്യാറുണ്ട്. കയ്യിൽ മൊബൈൽ എല്ലാവർക്കും ഉണ്ടല്ലോ, അതിനെല്ലാവരും സ്ക്രീൻ ഗാർഡ് ഇട്ടല്ലോ. ആ സ്ക്രീൻ ഗാർഡ് എന്തിനിട്ടതാ? പൊട്ടാതിരിക്കാൻ ഇട്ടതാ. പൊട്ടിയിട്ടതല്ല, പൊട്ടാതിരിക്കാൻ പൊട്ടുന്നതിന് മുന്നേ ഇട്ടതാണ്. എടുത്ത വാഹനം ഇത്ര ഓടിയാൽ ഇത്ര കഴിഞ്ഞാൽ സർവീസ് കേട് വരാതിരിക്കാൻ. നമ്മൾ മൊബൈലിന് ചെയ്തിട്ടുണ്ട്, വസ്ത്രത്തിന് ചെയ്തിട്ടുണ്ട്, വീട്ടിലേക്ക് മേശോ വാങ്ങിയാൽ അതിന്റെ കവറിനെതിരെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ എന്നും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വണ്ടിയുണ്ട്, അതിന് വല്ല വെൽനസും ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യമാണ്. ഈ ചോദ്യം മുന്നേ ഇല്ലായിരുന്നു, അന്ന് നമ്മൾ ഓൾറെഡി ലൈഫ് സ്റ്റൈൽ സെറ്റ് ആയിരുന്നു. പക്ഷെ ഇന്ന് ആ ചോദ്യം പ്രാപ്തമാണ്, പര്യാപ്തമാണ്. കാര്യം അറിയോ, ഈ വെൽനസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് അഭിമാനിക്കാവുന്ന ഒരു കലമ്പി അടുത്ത കാലത്ത് വന്നു. ആയുർവേദ വെൽനസ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ ഗോയിങ് ടു ടച്ച് 1.3 ട്രില്യൺ തലത്തിലേക്ക് 1.3 ട്രില്യണിലേക്ക് കടക്കാൻ പോകുന്ന മോസ്റ്റ് പ്രോമിസിംഗ് ഇൻഡസ്ട്രിയാണ് ആയുർവേദ വെൽനസ്. നമ്മൾ കൈവച്ച മേഖല എന്ന് പറയുന്നത് ലോകത്തിന് ഒരു നിലക്കും ഒരു ജന്മത്തിന് നമ്മളുടെ ഈ നോർമൽ ലൈഫിൽ കൈവെക്കാൻ പറ്റാത്ത വിധം ദിവ്യമായ സ്ഥലത്താണെന്ന് കൈവെച്ച ആളുകൾ ശ്രദ്ധിക്ക് വെക്കാൻ പോകുന്ന ആളുകൾ ബി ഹാപ്പി ആൻഡ് പ്രൗഡ് ഫോർ ദിസ് മൊമെന്റ്. സോ നമ്മളുടെ കാറ്റഗറിയിൽ വെൽനസിന്റെ കാറ്റഗറി, അതിൽ പ്രധാനപ്പെട്ട സെഗ്മെന്റുകൾ പറയുമ്പോൾ ഒരു മോസ്റ്റ് പ്രോമിസിംഗ് സെഗ്മെന്റ് ആണ് നമ്മുടെ എലമെന്റ്സ് കാറ്റഗറി പ്രധാനപ്പെട്ട ഭാഗത്ത് പറയുന്നത്. സോ എലമെന്റ്സ് കാറ്റഗറിക്കും അഭിമാനമുണ്ട്. 2019 തൊട്ട് ഇന്ത്യയിലെ വൈറ്റ് കോളർ ജോബ് മാത്രമുള്ള 6 സാലറി വാങ്ങുന്ന അഭ്യസ്ത വിദ്യരായിരിക്കുന്ന വില്ലാളി വീരന്മാരുടെ ഇടയിൽ
ടൈംസ് ഓഫ് ഇന്ത്യയും ഇന്ത്യയിലെ മീഡിയ ഹൗസ് ആയിരിക്കുന്ന ഇക്കോണമിക് ടൈംസും നടത്തിയ സെൻസസ് റിപ്പോർട്ടിൽ ഇന്ത്യൻ ആരോഗ്യത്തിന്റെ തലപ്പത്തിരിക്കാൻ പറ്റുന്ന ഉൽപ്പന്നം ഇന്ത്യയിൽ കൊടുക്കുന്ന ഏക MI ലൈഫ് സ്റ്റൈലാണെന്ന് 2019 തൊട്ട് 22-ലും 24-ലും അറ്റ് പ്രസന്റ് ആൾസോ ഇന്നും നമ്മുടെ കയ്യിലാണ് ആ റെക്കോർഡ് സർട്ടിഫിക്കറ്റ്. നമുക്കാണ് ബെസ്റ്റ് ഹെൽത്ത് കെയർ ബ്രാൻഡ് അവാർഡ് ലഭ്യമായത് എന്ന് നമ്മൾ തിരിച്ചറിയുക. സോ നെക്സ്റ്റ് കൊണ്ട് ഞാൻ കുറച്ച് ഉൽപ്പന്നങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. അതായത് നമ്മുടെ വെൽനസുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നം. ഈ ഉൽപ്പന്നങ്ങളൊന്നും മരുന്നുകളല്ല, സീരിയസ്ലി മനസ്സിലാക്കേണ്ടത് വെൽനസ് ഉൽപ്പന്നങ്ങളാണ്. സോ ഇവിടെ ഫസ്റ്റ് തന്നെ നിങ്ങൾക്കറിയാം ലിവലി എന്ന് പറയുന്നതാണ്. ലിവ് അഗെയിൻ, അത് നിങ്ങൾക്ക് എങ്ങനെയും വായിക്കാം. വീണ്ടും ഒരു ജീവിതം തുടങ്ങണമെങ്കിൽ അത് നല്ലതാണ്. അല്ലെങ്കിൽ ലിവ് അഗെയിൻ, ലിവറിനെ നിങ്ങൾക്ക് ഗെയിൻ ചെയ്ത് നേടിയെടുക്കുക. അത് എങ്ങനെ വായിച്ചാലും ആ കുപ്പിയുടെ സാധനം അത് തന്നെയാണ്. സോ സീരിയസ്ലി ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇന്ന് നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ലിവർ സിറോസിസിനെ കുറിച്ച്. അതേപോലെ തന്നെ ലിവറുമായി ബന്ധപ്പെട്ട ഒരുപാട് ഫെയിലിയർ ആയ കഥകൾ, ഇന്റേണൽ ഓർഗൻസിന്റെ ഡാമേജിനെ കുറിച്ച്, മാരകമായ സാധനങ്ങൾ നമ്മൾ തിന്നാറുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്ക്, നമ്മൾ പ്രണയിക്കുന്നവരെയും സ്നേഹിക്കുന്നവരെയും കരളെന്ന് വിളിക്കാറുണ്ട്. പക്ഷെ അവനാന്റെ കരളിൽ ഇന്നവരെ കരളെന്ന് വിളിച്ചിട്ടില്ല. കാര്യം എന്താണ്? നമുക്ക് ആ കരൾ ശരിക്കും എത്ര കരളാണെന്ന് അറിയില്ല. സോ ആ കരളെന്ന് വിളിക്കാൻ പറ്റിയ എല്ലാ കരളുകളും ഇത് കൊണ്ടുപോയിട്ട് നിങ്ങളെ കരളിന് കൊടുക്കുക. ദിസ് ഈസ് ലിവറിൻ. ഇതാണ് ലിവറിൻ എന്ന് പറയുന്ന ഉൽപ്പന്നം. ഇതെന്ത് ചെയ്യും? ആസിഡിക്കൽ പ്രോബ്ലംസ്, നമ്മുടെ നെഞ്ചിരിച്ചിൽ പൊളിച്ചിൽ തുടങ്ങിയുള്ള നമ്മുടെ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള എന്തെല്ലാമൊക്കെ കോംപ്ലിക്കേഷൻസ് ഉണ്ടോ അത് പരിഹരിച്ചുകൊണ്ട് ഇന്നൊരു പക്ഷേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ലക്ഷങ്ങൾ കോടി എന്താ പറയാ മറയുന്ന ഒരു ചികിത്സാ മേഖലയാണ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഇന്ന് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാരിലെ 10% പേരെ അതിന് വില്ലിങ്ങായി കോടികൾ ലക്ഷങ്ങൾ കൊടുക്കാൻ അവരെ കയ്യിലുള്ളൂ. അല്ലാത്തവരൊക്കെ ആ ലിവർ പോയി, അവസാനം അവനും പോയി അവളും പോയി, ആ തലത്തിൽ മരണം സ്വീകരിക്കുക. സംഭവം എന്താണ്? ഒരു 10-25 വരുന്ന ചെറിയൊരു ലിവർ, ഈ സാധനം നിങ്ങളുടെ ലിവറിനെ സംരക്ഷിക്കാൻ പര്യാപ്തമാണ്. മറ്റൊന്നാണ് വുമൺ കമ്പാനിയൻ, ലേഡീസിന്റെ ഏറ്റവും നല്ല കൂട്ടുകാരി എന്ന പേര് കൊടുത്തിരിക്കുന്നു. സോ ആ ഒരു പ്രോഡക്റ്റിന്റെ പ്രത്യേകത പീരിയോഡിക്കൽ ഇഷ്യൂസ്, മെൻസ്ട്രൽ ഇഷ്യൂസ് തുടങ്ങിയുള്ള ഒട്ടനവധി സാധനങ്ങൾ ഇന്ന് പീരിയഡ്സിന്റെ പ്രശ്നമായി ലേഡീസ് അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ യൂട്രസ് ബേസ്ഡ് ആയിരിക്കുന്ന എന്തെല്ലാമൊക്കെ പ്യൂരിറ്റി അതിന് വേണ്ടതുണ്ടോ, വെൽനസ് വേണ്ടതുണ്ടോ, എവരിതിങ് ഈസ് പ്രൊവൈഡഡ് ബൈ ദിസ് എക്സലന്റ് പ്രോഡക്ട്സ് വുമൺ കമ്പനി. നെക്സ്റ്റ് വൺ കംസ് നമ്മുടെ കൊഫ്നിൽ എന്ന് പറയുന്നത് ചുമ, കഫക്കെട്ട്, ജലദോഷം. നിങ്ങൾ ആലോചിക്കുക, ആടലോടകം, കൊയിഞ്ഞിൽ, വെട്ടിമത്, നെസ്ബുദ്, ഗന്ധകാരി, കച്ചോലം, പുതിന തുടങ്ങിയുള്ള നാട്ടുവൈദ്യങ്ങളുടെ ഒരു കൂട്ടിനാരുടെ ഒരു എന്താ പറയാ നമ്മുടെ ആരോഗ്യം ഏറ്റവും അറിയപ്പെടുന്ന ഒരു നല്ല ലിക്വിഡാണ് നമ്മുടെ കൊഫ്നിൽ എന്ന് പറയുന്നത്. ചുമക്കും കഫക്കെട്ടും ജലദോഷം, കാലങ്ങളായുള്ള വില്ലൻ ചുമ എല്ലാത്തിനും എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട് ആണ് മൾട്ടി കാർഡ് ബ്ലഡ് പ്യൂരിഫയർ. രക്തത്തെ ശുദ്ധീകരിക്കുക. രക്തം ശുദ്ധീകരിക്കപ്പെട്ടാൽ ഒരുപാട് രോഗം രക്ഷപ്പെടാൻ പറ്റും. സന്ധിവാദം, ആമവാദം തുടങ്ങി രക്തത്തിലുണ്ടാകുന്ന എന്തെല്ലാമൊക്കെ അണുക്കളാൽ വരുന്ന പ്രശ്നമുണ്ടോ അത് മുഴുവൻ നമുക്ക് പ്യൂരിഫൈ ചെയ്യാൻ. എന്ന് മാത്രമല്ല, ഇന്ന് നല്ല കളറ് വരെ വെക്കണമെന്ന് ആരൊക്കെയോ പറയുന്നു. രക്തത്തിന്റെ കളർ കൂടുമ്പോൾ മനുഷ്യന്റെ കളർ, രക്തത്തിന്റെ പ്യൂരിഫിക്കേഷൻ. അപ്പോ വെളുക്കാൻ വരുന്നത് ഉപയോഗിക്കാൻ അർത്ഥം വേറൊരു കാര്യം. എന്തായാലും ശരി, ഇതിന്റെ നല്ല റിസൾട്ടുകൾ കിട്ടിയ ആൾക്കാരെ നല്ലൊരു കൈ കിട്ടി പ്ലീസ്. ഇവിടെ കാണുന്ന നെക്സ്റ്റ് വണ്ണാണ് വോണ്ട് ഹീലിംഗ് ക്രീം. പൊള്ളിയാലും മുറിവ് പറ്റിയാലും പെട്ടെന്ന് തേക്കാൻ പറ്റും. നോ വേദന ജെല്ല്, നമുക്ക് വേദനയുള്ള ഭാഗത്ത് പുരട്ടാൻ പറ്റിയ ഒരു എന്താ പറയാ ജെല്ലാണ്. ശക്തിമാണ്. ഇത് ഏറ്റവും കൂടുതൽ ആണുങ്ങളിൽ കണ്ടുവരുന്ന അസുഖമാണ് നമ്മുടെ ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലങ്ങൾ. സന്ധിയിൽ നമ്മുടെ എന്താ പറയാ മക്കളില്ലാത്ത പ്രശ്നം, കൗണ്ടിങ് പ്രശ്നവുമായി ബന്ധപ്പെട്ട 1000 പ്രശ്നങ്ങൾ. അതിനൊക്കെ ഇന്ന് എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട് പ്രധാനം ഇത് എന്ന് മാത്രമല്ല, ഇന്ന് ആയുഷിന്റെ പ്രീമിയം സർട്ടിഫിക്കറ്റ് ഉള്ള ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലത്തിന് ഇന്ന് ആണിന് കൊടുക്കാവുന്ന ഇന്ത്യയിലെ ഏക പ്രൊഡക്റ്റ് മാൻ ശക്തിമാൻ. അത് മൈലേഷ്യന്റെ കയ്യിലാണ് എന്ന് ശ്രമിക്കാം. നെക്സ്റ്റ് ഒന്നാണ് ഫൈറ്റ് സ്ട്രെസ്, അതുപോലെ നോവേദന ക്യാപ്സ്യൂള്, വെൽഹാർട്ട്, അതേപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണോ3 പ്ലസ്. എന്താണ് ഫൈറ്റ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ? സ്ട്രെസ് ബേസ്ഡ് ആയിരിക്കുന്നത്. ജീവിതം മുഴുവൻ സ്ട്രെസ്സാണ്, എല്ലാവർക്കും സ്ട്രെസ്സാണ്. ഇതിന് ഏറ്റവും വലിയ ഡേഞ്ചർ അസുഖവും ആ മെന്റൽ പ്രോബ്ലമാണ്. മനസ്സ് കൊണ്ട് സ്ട്രെസ്സാണ്. ഒരു സ്ട്രെസ്സും ഇല്ലാത്തവർക്ക് ഒരു സ്ട്രെസ് ഉണ്ട്, എനിക്ക് ഒരു സ്ട്രെസ്സും ഇല്ലാത്തത്, അപ്പൊ അവർക്കും സ്ട്രെസ്സായി. സോ സീരിയസ്ലി മൊത്തത്തിൽ സ്ട്രെസ്സാണ്. അതിന് പറ്റുന്ന ഒരു നല്ല ക്യാപ്സ്യൂള് അശ്വൽ എന്ന് പറയുന്ന മഹാത്ഭുതം ഇതിനകത്തുണ്ട്. തലച്ചോറിന്റെ ന്യൂറോൺ വർക്കിനെ സുന്ദരമായിട്ട് വർക്ക് ചെയ്യാൻ സഹായിക്കുകയും തലച്ചോറിനെ തണുപ്പിക്കാനും പറ്റുന്ന സാധനം. ആൻഡ് ആൾസോ നമ്മുടെ കോവിഡ് സമയത്ത് പത്രം റിപ്പോർട്ട് ചെയ്തു, എഡ്യൂക്കേഷൻ നമ്മുടെ ആരോഗ്യ മേഖലയിലെ മെയിൻ ചർച്ച
ഫസ്റ്റ് തന്നെ അശ്വഗന്ധയ്ക്കുള്ള പ്രത്യേകതകളും അത് കോവിഡിനെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്യുന്ന മഹാത്ഭുതം പത്രത്തിൽ നിങ്ങൾ കണ്ടു കാണാം. അത്രയും പവർഫുൾ ആയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്തുള്ളത്. ഇമ്മ്യൂണോ 3+. 3 എന്ന് പറഞ്ഞാൽ തന്നെ ത്രിഫലയെ സൂചിപ്പിച്ച 3 ആയിരിക്കാം. ആ 3 കാഞ്ഞിക്ക, കടുക്ക, നെല്ലിക്ക തുടങ്ങിയുള്ള സാധനം വെൽഹാർട്ട്, ഹാർട്ടിനെ എപ്പോഴും സംരക്ഷിക്കാൻ. ഇതൊരു ക്യാപ്സൂൾ ആണ്. ഇത് നമ്മുടെ ഹാർട്ടിനെ പ്യൂരിഫൈ ചെയ്യാനും വെൽനെസ് അതിന് കൊടുക്കാനും പറ്റും. മറ്റൊന്ന് നോവേദന ക്യാപ്സൂൾ, കാലങ്ങളായി മുട്ടുവേദനകളൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാൻ പറ്റിയ സാധനങ്ങൾ. സോ മറ്റൊന്നാണ് നമ്മളുടെ ഹീറ്റ്, നോസ്, ഐസ്. കണ്ണിന്, മൂക്കിന്, കാൽപാദത്തിന്, കാലിന്റെ അടിയിൽ എല്ലാത്തിനും പറ്റുന്ന തേക്കാൻ പറ്റിയത്, പുരട്ടാൻ പറ്റിയത്, ഉറ്റിക്കാൻ പറ്റിയത് എല്ലാ സാധനവും ഉണ്ട്. മൊബൈലിന്റെ അഡിക്ഷൻ നമുക്ക് ലോകത്ത് നന്നായിട്ടുണ്ട്. സോ സീരിയസ്ലി നമുക്കൊരിക്കലും മൊബൈലിനെ മാറ്റി വെച്ചിട്ട് ഒരിക്കലും ഒരു ജീവിതം ഉണ്ടാക്കാൻ പറ്റില്ല. കാര്യം എന്താണ്, ഇന്ന് സീരിയസ്ലി നമ്മളൊരു പക്ഷെ ബസ് വന്നാൽ പോലും മൊബൈൽ ഇട്ട് കണ്ടല്ല സീറ്റ് പിടിക്കല്, കുട്ടീനെ ഇട്ട് കണ്ടാണ്. എന്നാൽ എന്തേ ഉള്ളൂ, കുട്ടി പോയാലും കുഴപ്പമില്ല, മൊബൈലിൽ പോകരുത്. എങ്ങനെയാണ് രാവിലെ ഉണർന്നാൽ ആദ്യം നമ്മൾ തിരയിൽ എന്തല്ല ഇന്റെ കുട്ടി എടുത്ത് പോയിരുന്നല്ല, കെട്ടിയോൻ എടുത്ത് പോയി ആർക്കും നോക്കണ്ട, ആദ്യം മൊബൈലിൽ SMS ആയിരുന്നു നോക്കല് എന്ന് പറഞ്ഞ പോലെ. സോ ലൈഫിന്റെ ഒരു പ്രധാന പാർട്ടാണ് മൊബൈൽ. സോ ഈ ഒരു മൊബൈൽ ഉപയോഗത്തെ മാറ്റിവെക്കാൻ പറ്റുന്നുണ്ട്. സ്ക്രീൻ അഡിക്ഷൻ സമൂഹത്തിൽ ഉണ്ടായതുകൊണ്ട് കണ്ണിന് പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് ഐ എനർജി. ഇത് മോസ്റ്റ് പവർഫുൾ ആൻഡ് റിസൾട്ട്ഫുൾ ആണ്. മറ്റൊന്നാണ് നമ്മുടെ പ്രോട്ടീൻ പൗഡർ. ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന പ്രീമിയം മാർക്കുള്ള നമ്മുടെ ഐസോലേറ്റഡ് സോയയും അതുപോലെ തന്നെ വേ പ്രോട്ടീനും ബി പ്രോട്ടീനും എല്ലാം അടങ്ങിയ എക്സ്ട്രാ ഓർഡിനറി ഒരു പ്രോഡക്റ്റ് ആണ് പ്രോട്ടീൻ പൗഡർ. ഇന്ന് സയൻസ് പറയുന്നത് 85% രോഗം എന്ന് പറയുന്നത് ഡിഫിഷ്യൻസി ഓഫ് ദ പ്രോട്ടീൻ ആണത്രേ. ഒരു പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ കേട്ടത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോഴും ഡോക്ടറെ അടുത്ത് പോകുമ്പോഴും പൾസ് പോളിയോ എടുക്കാത്ത കുട്ടിയുടെ ഇഞ്ചക്ഷനും ചികിത്സയും എടുക്കില്ല. വിസരണോ ഇങ്ങനെ ഡോക്ടർമാർ പറയും. പക്ഷെ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് കവചപ്രാവശ്യവും പ്രോട്ടീൻ പൗഡർ പോലെയുള്ള ഉൽപ്പന്നം കഴിക്കാത്ത കുട്ടിയെ സ്കൂളിൽ കേട്ടില്ല എന്ന് പറയുന്ന തലത്തിലേക്ക് ലോകം മാറുമ്പോഴാണ് റിയൽ ബ്യൂട്ടി ഓഫ് ദിസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മറ്റൊന്നാണ് നമ്മുടെ മോഡൽ ലൈഫ്, നമ്മുടെ വെയിറ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടത്. 2022 വെയിറ്റ് മാനേജ്മെന്റ് കാണിക്കുന്നത് 1.75 ലക്ഷം 1.75 ലക്ഷം എന്നുണ്ടെങ്കിൽ 2028 3.41 ലക്ഷം കോടി പ്രോജക്റ്റ് ആണ് വെയിറ്റ് മാനേജ്മെന്റിൽ. അവിടെ അഭിമാനത്തോടെ MI ലക്ഷം സമർപ്പിക്കുന്നു. ദ പവർഫുൾ റിസൾട്ട് ഫോർ സ്മാർട്ട് ലൈഫ് എന്ന് പറയുന്നത്. മറ്റൊന്നാണ് നമ്മുടെ 95 ആണ് ഈ ബ്രോൺസെമിക്കലായിട്ട് ഒറാക്റ്റീവ് വാല്യൂ എന്ന് പറയാറുണ്ട്. ഓക്സിജൻ തട്ടിക്കൽ അബ്സോർപ്ഷൻ കപ്പാസിറ്റി എന്ന് പറയുന്ന ഹൈലി എന്ന് മനുഷ്യന് വേണ്ട ഫ്രീ റാഡിക്കൽ അറ്റാക്സിൽ നിന്ന് മനുഷ്യരാശി രക്ഷപ്പെടാൻ പറ്റുന്ന അതിനൊക്കെ നമുക്കൊക്കെ അറിയാൻ പറ്റും. നമുക്കറിയാം ഈ ബിൽഡിംഗ് ഉണ്ടാക്കി കട്ടക്കല്ലും സിമെന്റ് ഉപയോഗിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഓരോ കല്ലുകളാണ്. സോ ഹ്യൂമൻ ബോഡി ഈസ് മെയിൻലി മേഡ് ഓഫ് ദിസ് സെൽസ്. സെല്ലുകൾ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയത്. സെൽ ടു ടിഷ്യൂ, ടിഷ്യൂ ടു ഓർഗൻ, ഓർഗൻ ടു ഹ്യൂമൻ ബോഡി. സോ സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ ഏറ്റവും ഫസ്റ്റ് ഘട്ടമാണ് സെല്ലുകൾ, കോശങ്ങൾ. ആ കോശങ്ങളിൽ എന്തെങ്കിലും ആറ്റത്തിന്റെ മിസ്സിങ്ങോ അതിനകത്തുള്ള എന്തെങ്കിലും എലമെന്റ്സിന്റെ മിസ്സിങ്ങോ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹൃതമാക്കിയില്ലെങ്കിൽ ആ കോശങ്ങളൊക്കെ പിന്നീട് ആ ശരീരത്തിലെ അവയവം, പിന്നീട് ആ ഭാഗം, പിന്നെ ശരീരം. ഇങ്ങനെയാണ് നമുക്ക് അസുഖം വരുന്ന സ്റ്റെപ്പെങ്കിൽ അതിന് പരിഹാരം നൽകാൻ ഇന്ത്യയിൽ ഏക വസ്തു മാത്രമേ ഉള്ളൂ. 9 ലക്ഷം ഒറാക്റ്റീവ് വാല്യൂ പ്രൊഡക്റ്റ് ചെയ്യുന്ന MI ലൈഫ്സ്റ്റൈലിന്റെ 95 എന്ന് പറയുന്ന മാസ്കരിക റിസൾട്ട് ഉള്ള ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഇതിന്റെ റിസൾട്ട് ഒന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കുക, കണ്ണി തന്നു പോകാൻ സാധ്യത റിസൾട്ടുകളുണ്ട്. സോ മറ്റൊന്നാണ് ഡയബ ലൈഫ്. നമുക്കറിയാം ലോകം ഏറ്റവും ഡേഞ്ചറസ് ആകുന്ന രോഗത്തിലേക്ക് പോകുന്നത് ഡയബറ്റിക് ആണ്, പ്രമേഹമാണ്. അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലോകം മുഴുവൻ ഇന്നേ വരെ ഐസൊലേറ്റഡ് ആയിട്ട് നമ്മുടെ ഒരു പക്ഷേ എന്താ പറയാ വെളുത്തുള്ളിയിൽ നിന്ന് കൃത്യമായിട്ട് സ്റ്റെബിലൈസ്ഡ് ഫോർമാറ്റിൽ അലിസിനെ എടുക്കാൻ തോറ്റുപോയിരുന്നു. എങ്ങനെയാണ് അലിസിൻ എന്ന് പറയുന്ന മാസ്മരിക സാധനം വെളുത്തുള്ളിക്കകത്ത് നിന്ന് സ്റ്റെബിലൈസ്ഡ് ഫോർമാറ്റിൽ പുറത്തോട്ടേക്ക് എടുക്കുക എന്നത് തോറ്റുപോയപ്പോ ദ കിങ് ഓഫ് ഡാർലിംഗ് എന്ന് ലോകം വിളിക്കുന്ന വെളുത്തുള്ളി രാജ വിളിക്കുന്ന സസെക്സിലെ ഇംഗ്ലണ്ടിലെ സയന്റിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡീൽ ചെയ്യുന്ന മിസ്റ്റർ പീറ്റർ ജോൺസൺ എന്ന് പറയുന്ന ലോകം കണ്ട സയന്റിസ്റ്റിന്റെ കയ്യിൽ നിന്ന് 100% പാറ്റന്റോടുകൂടി MI ലൈഫ്സ്റ്റൈൽ സമൂഹത്തിന് വിഭാവനം ചെയ്ത ഡയബറ്റിക് ഡിപ്പാർട്ട്മെന്റിലെ ഇതിഹാസമാണ് ഡയബ ലൈഫ് എന്ന് പറയുന്ന ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഹൈലി റിസൾട്ടീവാണ്. ആ റിസൾട്ട് കിട്ടിയാൽ ഒന്നുകൂടി കൈയെത്തിക്കാൻ കൊടുത്തിട്ടോ കഴിച്ചിട്ടോ റിസൾട്ട് ഉണ്ടാകുന്നത് ഡയബ ലൈഫ്. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ആണ് കവചപ്രാവശ്യം. കവച മീൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഷീൽഡ് ആണ്.
ട്രാഷ് എന്ന് പറഞ്ഞാൽ ഫുഡാണ്. മനുഷ്യന്റെ ശരീരത്തിന് കവചം, ഒരു നല്ല പ്രൊട്ടക്റ്റീവ് ഷീൽഡാണ്. നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുന്ന സമയത്ത് പക്ഷേ ഹെൽമെറ്റ് ഇടാറുണ്ട്, സീറ്റ് ബെൽറ്റ് ധരിക്കാറുണ്ട്, അതിന് സീറ്റിന്റെ ഒരുപാട് എന്താ പറയുക എയർ ബാഗ് അത് ഇതൊക്കെയുണ്ട്. പക്ഷെ നമ്മൾ ആലോചിക്കുക ഡെയിലി നമ്മൾ എവിടെയൊക്കെയാണ് സഞ്ചരിക്കുന്നത്. ഇന്ന് ആർക്ക് ഷെയ്ക്കാൻ ചെയ്തിട്ട് ഏത് അസുഖം എന്ന് പറയാൻ പറ്റില്ല. ഏത് വെള്ളം കുടിക്കുമ്പോ, ഏത് സ്ഥലത്ത് മുഖം കഴുകുമ്പോ, ഏത് ഹോട്ടലിൽ കയറി ഇരിക്കുമ്പോ, ഏത് കടത്തിനയിലൂടെ നടന്നു പോകുമ്പോ, ബസ്സിൽ യാത്ര ചെയ്യുമ്പോ, എന്ത് എവിടുന്ന് എല്ലാം ദൈവത്തിന്റെ സന്നിധാനത്തിലാണ്. പക്ഷെ അവിടെ നമ്മുടെ ആരോഗ്യത്തെ ശരിക്കും ഇമ്മ്യൂണിറ്റി ആക്കി മാറ്റാൻ എന്തുണ്ട്? ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് 10-70 വരുന്ന മോസ്റ്റ് പവർഫുൾ ഹെർബൽസിനാൽ ഇന്ന് ഇന്ത്യക്ക് ലഭ്യമായി 1 കിലോ വരെ വരുന്ന ഒരു മോസ്റ്റ് പവർഫുൾ ഒരു ഫുഡായിട്ട്, ഒരു ലേഹമായിട്ട് കവചപ്രാഷ്. നല്ലൊരു കൈയ്യിൽ കൊടുക്കുക. ഇത് മക്കളുടെ ബുദ്ധിശക്തി കൊടുക്കാൻ പറ്റും, നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റും. അതേപോലെ ഒട്ടനവധി കാര്യങ്ങളുടെ നിങ്ങൾ ഓരോ ലീഡർമാരും ഈ ഉൽപ്പന്നത്തിന്റെ വിസ്താരം അറിഞ്ഞു തന്നെ നിങ്ങൾ പോകണം. ഞാൻ ഈ പറഞ്ഞതല്ല, പറഞ്ഞിട്ട് എത്രയോ ഉള്ളിൽ അത്ഭുതങ്ങൾ ഇതിലുണ്ട് എന്നതാണ്. സമയക്കുറവാണ് പറയാതിരിക്കാൻ. പിന്നെ നമുക്ക് ഒരുപാട് പേഴ്സണൽ കാര്യങ്ങളുണ്ട്. അടിപൊളി പേസ്റ്റ് ഉണ്ട്, ഷാമ്പു ഉണ്ട്, ആന്റി ഡെൻഡ്രഫ് ഷാമ്പു, അതുപോലെ തന്നെ മുഖത്ത് ധരിക്കുന്ന നല്ല ബ്യൂട്ടി കെയർ, നമ്മുടെ എന്താ പറയാ മൾട്ടി ബ്രാൻഡ് ക്രീമുകളുണ്ട്. ഒരുപാട് സാധനങ്ങൾ നിത്യോപയോഗം നമ്മൾ ജിമ്മിൽ ചെയ്യുന്ന സാധനങ്ങളാണ്. ഒരു കാലത്ത് നമുക്ക് ലക്ഷറി എന്ന് തോന്നിയ സാധനങ്ങളൊക്കെ ഇന്ന് ഡെയിലി ആയിട്ട് നമുക്ക് മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ ഇവർക്ക് ഒരുപാട് സാധനത്തിന് ലക്ഷറി ഇരിക്കാം, ഒരു പക്ഷേ ഫെയർനെസ് ക്രീം വേണമോ എന്നൊക്കെ ചോദ്യം ഉണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് അതൊക്കെ നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്ന നീടായി മാറുമ്പോ AC ഇല്ലാത്ത വീടിന് പറ്റില്ലെന്ന് ചിന്തിക്കുന്ന പോലെ നാളെ ഇതുപോലുള്ള ഉൽപ്പന്നമില്ലാത്ത വീടിന് സാധ്യമല്ലാതിരിക്കുമ്പോഴാണ് നമ്മളെ യഥാർത്ഥത്തിന് രക്ഷപ്പെടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക. മറ്റൊന്നാണ് ഇതില് നമ്മുടെ എന്താ പറയാ ഉൽപ്പന്നങ്ങളുടെ പൗഡർ ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ, സോപ്പ്, പേസ്റ്റ്, നിത്യോപയോഗ വസ്തുക്കൾ, ചായ. നമ്മൾ ഈ അടുത്ത കാലത്ത് കേട്ടു ചായ ഒരു വലിയ ഡേഞ്ചറായി മാറി അല്ലെ. നമ്മൾ സ്ട്രോങ് ചായ കൂട്ടാൻ വേണ്ടി വിഷാംശം കൂട്ടിയ വാർത്തയും പിടിച്ചതൊക്കെ നമ്മള് ചാനലിലൂടെ തന്നു. പക്ഷെ നമ്മൾക്കറിയാവുന്ന ഒറ്റ സാധനമുണ്ട്, ദേശീയ കാവയുണ്ടെങ്കിൽ പിന്നെ എന്തിനു പേടിക്കണം അല്ലെ. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? ഇന്ത്യയിൽ കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് കോഫി പൗഡറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ പേടിക്കാനുള്ളത്? അടിപൊളി കോഫി പൗഡറുകൾ നമ്മുടെ കയ്യിലുണ്ട്. മറ്റൊന്നാണ് നമ്മുടെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്. ഇനി വരാൻ പോകുന്ന ഒരു വലിയ സംഭവമാണ് അഗ്രോ ഫാമിംഗ്, അല്ലെങ്കിൽ നമ്മുടെ ഓർഗാനിക് ഫാമിംഗ് എന്ന് വലിയ സാധ്യതയുള്ള ഒരു പ്രോജക്റ്റാണ്. ഇതും ഇന്ന് നമ്മുടെ മൈലേഷ്യയുടെ കയ്യിൽ സ്വന്തമാണ്. ഉൽപ്പന്നങ്ങൾ പലതാണ്. സോ എന്താണ് ഇനി ചെയ്യാറുള്ളത്? ഉൽപ്പന്നങ്ങൾ പലത് കഴിഞ്ഞു. നമുക്ക് സ്പീഡിൽ പറഞ്ഞു പോകുന്നുണ്ട്. MI ഡിജിവേൾഡ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. ഇതിനകത്ത് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ ഒരുവിധം ക്ലാസ്സുകൾ, കാര്യങ്ങൾ, ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടുന്ന ഒരുപാട് സഹായം ഇതിനകത്തുണ്ട്. എന്ന് മാത്രമല്ല എഡ്യൂടെക് ഇൻഡസ്ട്രിയിലേക്കുള്ള കാൽവെപ്പ് ഇന്ന് ഇന്ത്യയിൽ നടത്തിയ ഒരാളുള്ള പവർഫുൾ കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ എന്ന തെളിവാണ് MI ഡിജിവേൾഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ. ഇതും വലിയൊരു ഇൻഡസ്ട്രിയാണ്. അവിടെ ഈ മൈലൈഫ് കൈവച്ചുവെങ്കിൽ ഈ മൈലൈഫിനുള്ള വിഷണറി ആൻഡ് അപ്ഡേറ്റിംഗ് മാനേജ്മെന്റിന്റെ പവറാണത്. മറ്റൊന്ന് ഹാർവസ്റ്റ് അക്കാദമി എന്ന് പറയുന്ന ഹാർവസ്റ്റിന്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റും. ഈ കുറിച്ചുള്ള വിശദീകരിച്ച ക്ലാസ് ഡോക്ടേഴ്സിന്റെ ഒക്കെ ഉണ്ട് എന്നതാണ്. സോ നിങ്ങൾ എന്താണ് ചെയ്യാനുള്ളത്? ഹൗ ടു സ്റ്റാർട്ട്? തുടങ്ങാൻ ഒന്നാണ്. എന്താണ് ഇതിന് ഫസ്റ്റ്? ഒന്ന് രജിസ്റ്റർ ഓൺലൈൻ. നിങ്ങൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുക. നിങ്ങളെ കൊണ്ടുവന്നയാള് നിങ്ങളുടെ പേരും അഡ്രസ്സും വാങ്ങും. ഒരു ഓൺലൈനിൽ ഒരു സൈറ്റ് തുറന്ന് അതിൽ രേഖപ്പെടുത്തും. അപ്പൊ ഒരു 10 അക്ക നമ്പർ കിട്ടും. അതിനെ ID എന്ന് വിളിക്കും, യൂണീക്ക് ആയിട്ട്. ആ ID വെച്ചുകൊണ്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ ഉപയോഗിക്കുക. ഇത്രയും സിമ്പിൾ കാര്യമാണ്. ഈ ഒരു സ്ലൈഡാണ് ആകെ ചെയ്യാനുള്ളത്. ഇത് നിങ്ങൾ ചെയ്യുക, ആയുധങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുക. ഇത്രയുള്ളൂ. ഈ പണി ആകെ സ്ലൈഡാ, ബാക്കിയൊക്കെ സ്ലൈഡുകളാ. ഓക്കെ, ഇതാണ് നിക്കാഹ്, ബാക്കിയൊക്കെ സത്യം എന്ന് പറഞ്ഞ പോലെ. ഇതാണ് ഒറിജിനൽ. സോ സീരിയസ്ലി അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ചെയ്യാൻ ഒന്നേ ഉള്ളൂ, കിട്ടാൻ പലതുണ്ട്. ഒന്നാണ് റീറ്റെയിൽ പ്രോഫിറ്റ്, മറ്റൊന്ന് നമ്മുടെ സെയിൽസ് ആണ് ബോണസ്. വീക്കിലി നമ്മൾ വാങ്ങുന്ന വരുമാനം. എന്താ റീറ്റെയിൽ പ്രോഫിറ്റ്? നമുക്ക് ആ സാധനത്തിന് MRP 100 എഴുതിയതാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ 50-നോ 60-നോ 70-നോ കമ്പനി വിചാരിച്ച റേറ്റ് തരും. അപ്പൊ സ്വാഭാവികമായിട്ട് വിറ്റാൽ 10, 20, 30, 40, 50 കിട്ടും. ഒരു പേസ്റ്റ് വിറ്റാൽ തന്നെ 50 നമുക്ക് കിട്ടും. നിങ്ങൾ ആലോചിക്കുക, ഇന്ന് മാർക്കറ്റിൽ 100 രൂപ, നമ്മുടെ 50 രൂപ റീറ്റെയിൽ പ്രോഫിറ്റിന് എത്ര പേസ്റ്റ് ഉണ്ട്, ഉൽപ്പന്നങ്ങളുണ്ട്. 500 വരെ റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ ഇതിനകത്തുണ്ട്. സോ സീരിയസ്ലി സെയിൽസ് ആണ് ബോണസ്. അതേപോലെ തന്നെ ഒട്ടനവധി ഇൻകങ്ങൾ, പെർഫോമൻസ് ബോണസ്, ലോയാലിറ്റി ബോണസ്, റോയാലിറ്റി ഇൻകം. ഈ പേര് പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് കിട്ടാനുള്ളത് കിട്ടും, നടക്കാനുള്ളത് നടന്നാൽ മതി. അല്ലാതെ ഇത് പഠിച്ചുകൊണ്ടാണ് ഇത് കിട്ടാൻ ഒരു ബന്ധമില്ല. ഇത് മാത്രം ഇത് കിട്ടിയ കുറെ ആൾക്കാർ കിട്ടിയ ശേഷം എന്താന്ന് വരിക. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും കിട്ടും. ഇൻകം കിട്ടിയ ലോകന്മാരെന്ന് കഴിയും. ഏതെങ്കിലും ഇൻകങ്ങൾ കിട്ടിയത്
ഓക്കെ, ചില ആളുകൾ റീറ്റെയിലുണ്ട്, ചിലർക്ക് ഓക്കെ. അപ്പൊ കിട്ടിയ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവർക്ക് സ്റ്റേജിൽ വന്നിട്ട് അത് പറഞ്ഞു തരും. സോ നെക്സ്റ്റ് വണ് റീറ്റെയിൽ പ്രോഫിറ്റ് എങ്ങനെയാണ്? ഉൽപ്പന്നം വിൽക്കുന്നതിന് ഞാൻ നേരത്തെ പറഞ്ഞു, കമ്പനി നിർദ്ദേശിക്കുന്ന ഒരു റേറ്റിൽ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് എന്ന് പറയാം, DP പ്രൈസിൽ നമുക്ക് തരും. ഹോൾസെയിൽ റേറ്റിൽ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ MRP അതിനുവേണ്ടി നമുക്ക് കൊടുക്കുക. അതിന്റെ ഡിഫറൻസിലെ എമൗണ്ട് നമുക്ക് പോക്കറ്റിൽ ഇടാം. അതാണ് റീറ്റെയിൽ പ്രോഫിറ്റ്. ഇതൊക്കെ സിമ്പിൾ കാര്യം നമ്മൾ പറയുന്നില്ല. നെക്സ്റ്റ് വണ്ണാണ് സെയിൽസ് ടൗൺ ബോണസ്. എല്ലാ ആഴ്ചയും ബുധനാഴ്ച ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന ഒരു സാധനമാണ്. ഇപ്പൊ ഏകദേശം ശനിയാഴ്ചയാണ്. ഇന്നലത്തെ വരുമാനം ഏകദേശം നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഒരുപാട് ജനന്മാർ ഇപ്പൊ അത് ആസ്വദിച്ച് നിൽക്കുന്നുണ്ട്. തന്റെ വരുമാനം എന്ന് വണ്ടർഫുൾ ആയി നിൽക്കുന്ന അതിന്റെ വാലറ്റ് നോക്കുന്നയാള്. സോ സീരിയസ്ലി എങ്ങനെയായിട്ട് ലഭ്യമാകുന്ന വെച്ചാല് ഒരു BB അഡപ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതായത് നമ്മൾ ഒരു പ്രത്യേക പോയിന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. 1000 രൂപയെ 750 അതല്ലെങ്കിൽ 350 ഇങ്ങനെ തുടങ്ങിയുള്ള ഓരോ അലക്കേഷൻ ഉണ്ട്. അത് പ്രകടനം ഈ കാണുന്ന കാറ്റഗറി 75%, ഈ കാണുന്ന കാറ്റഗറി 35% BB അലക്കേഷൻ ആണ്. അങ്ങനെ പോയിന്റ് ആയി മാറിയാൽ മീൻസ് ഈ സൈഡിലെ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചാൽ അതിൽ 75% ഉറപ്പിക്കുക അല്ലെങ്കിൽ 70% പോയിന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന അർത്ഥം. ഇപ്പോഴത്തെ അങ്ങനെ. സോ അങ്ങനെ വരുന്ന സമയത്ത് വരുമാനത്തിന്റെ രൂപം ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ എന്ന വ്യക്തിയാണ് ഈ കാണുന്ന ഫസ്റ്റ് വ്യക്തി. ഞാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കുന്ന ഈ സൈഡിന്റെ ഒരുപാട് ലീഡർമാരുണ്ട്. നമ്മുടെ സുരേഷ് ചേട്ടനുണ്ട്, റഫീഖ് സാറുണ്ട്, ബ്രിജേഷൻ സുമ തുടങ്ങിയ ഒരുപാട് ലീഡർമാരുണ്ട്, ലതീഫ് സാറുണ്ട്. എല്ലാവരും ഇവരോട് ഞാൻ കുറെ ആൾക്കാർ പറയാൻ തുടങ്ങി. അങ്ങനെ അവരെല്ലാവരും വാങ്ങിച്ചൊരു ഏകദേശം 10,000 രൂപയുടെ സാധനം വാങ്ങിച്ചു. ഇവിടെ അൽതാഫ് സാറ്, സുബീൻ സാറ് തുടങ്ങി, ജുനൈദ് സാറ് തുടങ്ങിയുള്ള ഷുക്കൂർ സാറ് ഒരുപാട് ലീഡർമാരുണ്ട്. അവരും അവർക്ക് വേണ്ട സാധനം വാങ്ങിച്ചു. എല്ലാവരും ചെയ്തെന്താണ്? ആ നാർത്ത കാണിച്ചിരുന്ന അവർക്ക് വേണ്ട സോപ്പ്, പേസ്റ്റ്, ആരോഗ്യ ഉൽപ്പന്നം വാങ്ങിച്ചു. സംഭവിച്ചത് ഏകദേശം ബിസിനസ് വോള്യത്തിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോ എന്റെ ഓർഡർ വണ്ടിയിൽ 10,000 ബിസിനസ് വോള്യവും അതേപോലെ അതിന്റെ ഓർഡർ ജോലി 10,000 വന്നപ്പോ അതിന്റെ 12% 1,200 രൂപ എനിക്ക് വരുമാനമായിട്ട് അടുത്ത ബുധനാഴ്ച അല്ലെങ്കിൽ സമാനമായ ബുധനാഴ്ച ഏകദേശം 10-21 ദിവസം കഴിഞ്ഞിട്ട് 3 ആഴ്ച കഴിഞ്ഞിട്ടുള്ള ബുധൻ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. സോ സീരിയസ് ആവുന്ന പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വരും. സോ ഈ 1,200 രൂപ കൈയടിക്കാൻ സുഖമാണ്. പുതുമക്കാർക്കൊക്കെ സിമ്പിൾ ആയി 1,000 രൂപ ജീവിതത്തിൽ അല്ലെ കയറിപ്പോയി ക്യാൻറ്റീനിലൊക്കെ അടക്കാൻ പറ്റുന്ന. സോ ഇനി കൈയടിക്കാൻ പറ്റാത്ത സ്ഥലം വരുന്ന സമയത്താണ് നിങ്ങളെ കൊണ്ടു നോക്കിയത്. പക്ഷെ അതിന് മുമ്പ് നിങ്ങൾ ഈ ബോർഡൊക്കെ തന്നെ നോക്കിയാൽ കൊണ്ടുവന്നാൽ നോക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ അതേ നിൽക്കുന്ന ലീഡർമാര് സീരിയസ്ലി വർക്ക് ചെയ്തു. അവർ വീണ്ടും ആളുകളോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. ഉൽപ്പന്നം വാങ്ങി വന്നപ്പോ വെള്ളിയാഴ്ച എന്ന് പറയുന്നത് നമ്മുടെ ക്ലോസിംഗ് ഡേറ്റ്. അന്ന് 20,000 ബിസിനസ് വോളിയം ഓർക്ക് വണ്ടിയിലും 20,000 ഓർക്ക് ടൂലും വന്നപ്പോ അതിന്റെ 12% 2,400 രൂപ ഇതും ബുധനാഴ്ച നമ്മളെ അക്കൗണ്ടിൽ. നോ പ്രോബ്ലം, സിമ്പിൾ കാര്യമാണ്. അതും ചെയ്യുന്നുണ്ട്, സിമ്പിൾ. സോ തേർഡ് എന്ന് പറയുന്നത് ഏകദേശം ബിസിനസ് വോളിയം എന്ന് പറയുന്നത് 1,00,000 ബിസിനസ് വോളിയം. ഇത് എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാല് 10,000 വന്നു, 20 വന്നു. അപ്പൊ പുതുമക്കാർക്ക് ഒരു ചോദ്യമുണ്ട്, ഇത് കറക്റ്റായിട്ട് ഓടണം. ഒരു കാര്യമില്ല, അങ്ങനെ നിർബന്ധമൊന്നുമില്ല, അങ്ങനെ കൊണ്ടുവന്ന ഒരു കണക്കുമായി നിർബന്ധമില്ല. പക്ഷെ വരുമാനം തരാൻ വേണ്ടി ഫെയർ മാച്ചിങ് നോക്കുന്നു എന്നത് മാത്രം, അല്ലെങ്കിൽ കുറഞ്ഞതിന്റെ 15% മാത്രം. സോ അങ്ങനെ നിങ്ങളുടെ സംശയത്തിനുള്ളത് ഒരു സ്ലൈഡ് ഇവിടെ ഒരു സൈഡിൽ ഒരുപാട് ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ നിൽക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ഐഡിയ കൊടുത്താണ്. അത് നിങ്ങൾ സീരിയസ്ലി ലൈഫിൽ തീരുമാനമെടുക്കാനാണ് നിർത്താൻ സാധ്യമാകാൻ ആശംസിക്കുന്നു. സോ അവരൊക്കെ വാങ്ങിയപ്പോ ഏകദേശം 1,00,000 ബിസിനസ് വോളിയം വന്നു. ഇവിടെ എന്റെ ഒട്ടനവധി ലീഡർമാര് നല്ല കിട്ടുകുലികളാണ്. അവർ വാങ്ങിയപ്പോ ഏകദേശം അത് ഈ കാണുന്ന രൂപത്തില് 2,00,000 വന്നു. സോ ഈ സൈഡത്തെ ആളുകൾ വാങ്ങിയത് 2,00,000 ബിസിനസ് വോളിയം. ആൻഡ് മൈ റൈറ്റ് സൈഡ് ദേ ഹാവ് പർച്ചേസ്ഡ് ഫോർ ദി 1,00,000 BB അതിനു വേണ്ടി പർച്ചേസ് ചെയ്തു. അങ്ങനെയെങ്കിൽ എന്താണ് അതിന്റെ വരുമാനം? അപ്പോ 1,00,000ന്റെയും 1,00,000ന്റെയും മാക്സിമം എടുക്കുന്നു, അല്ലെങ്കിൽ കുറഞ്ഞതിന്റെ 12% ഒരു സംഖ്യയാകുന്ന 12% 1,00,000 എത്രയാ? 12,000 ഉറപ്പിക ആ വീക്കില് നമുക്ക് വരുമാനമായിട്ട് വരും. ഇതൊരു ഫേവറബിൾ ഇൻകം. കഴിഞ്ഞ ഒരാഴ്ച 12,000 കിട്ടിയാൽ എന്തായാലും മാസം 10,48,000 രൂപ. സ്വർണം സീരിയസ്ലി 4 ആഴ്ചയല്ല ഒരു മാസത്തിൽ എന്ന് പറയുന്നത് ഏകദേശം കണക്ക്. സോ ആ ഒരു കണക്കിൽ പ്രകാരം തന്നെ നമ്മുടെ ചോദ്യം ബാക്കിയുണ്ട്. ബാക്കിയുള്ള 1,00,000 എവിടെ പോയി? പേടിക്കണ്ട, അത് അടുത്ത ആഴ്ചയിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. അഭിമാനത്തോടെ പറയാൻ പറ്റും, ചെയ്യുന്ന ബിസിനസ് മുഴുവനും തനിക്ക് സഹായകമാകുന്ന രൂപത്തില് മറ്റൊരു നാളിലേക്ക് മാറ്റിവെച്ച് പൈസ കിട്ടുന്ന കമ്പനിയുടെ പേരാണ് MI ലൈഫ്സ്റ്റൈൽ. ഒന്നും കമ്പനി എടുക്കില്ല എന്നതാണ് ദിസ് ബ്യൂട്ടി. സോ അവിടെ തന്നെ അങ്ങനെ വരുന്ന സമയത്ത് അടുത്ത ആഴ്ച വേറൊരു കോമഡി നടന്നു. എന്താണ്?
ഓർഗ് വണ്ണില്, അതായത് നമ്മുടെ ഒരു സൈഡില് 5 ലക്ഷം നടന്നു, ഈ സൈഡില് 4 ലക്ഷമേ നടന്നുള്ളൂ. പക്ഷേ ഭാഗ്യവശാൽ കഴിഞ്ഞ ആഴ്ചയിലെ 1 ലക്ഷം അവിടെ ബാക്കിയുണ്ടെങ്കിൽ ടയർ മാച്ചിങ് വരുന്നത് 5-5 എന്നുള്ള രൂപത്തിലാണ്. 5 ലക്ഷം ഓർഗ് വണ്ണിലും 5 ലക്ഷം ഓർഗ് ടൂലും. ഇത് പെയർ മാച്ചിങ് നടത്തിയിട്ട് കിട്ടാവുന്ന വരുമാനം എന്ന് പറയുന്നത് എങ്കിലും 60,000 രൂപ നമ്മളെ വീട്ടിലില്ല. നിങ്ങൾ ആലോചിച്ചൊക്കെ ഇന്ന് മാസത്തിൽ പോലും 10,000-ന് തത്രപ്പെടുന്ന ആളുകൾ ഏകദേശം ഇന്ന് 60,000 ഒരു വീക്കിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ എത്ര ഫേവർ ആണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു മാസം 60,000 വാങ്ങുന്ന BEdകാരുണ്ട്, MEdകാരുണ്ട്, MB പാസ്സായ പയ്യന്മാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അല്ലെങ്കിൽ എത്ര വർഷം പഠിച്ചിട്ടാണ് അവരെ മാസ വരുമാനം 40,000, 30,000, 50,000 ആയത്. ഇവിടെ വീക്കിലി 60,000 വാങ്ങാൻ ഈ ഒരു പ്രൊജക്ടിനെ മനസ്സിലാക്കി ഒരു 2 വർഷം സീരിയസ്ലി ഇതിനെ തലമുറയ്ക്ക് ലീഡർമാരുടെ കൂടെ സിസ്റ്റം പ്രകാരം നിന്നാല് വീക്കിലി ഇൻകം 60,000 വാങ്ങാനുള്ള ഒരു സാധ്യതയാണ്, ചാൻസ് ആണ് MI ലൈഫ് സ്റ്റൈൽ നമുക്ക് തരുന്നത്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാല് അതേ ടീം വീണ്ടും വലുതായി 10 ലക്ഷം, അവിടെയും 10 ലക്ഷം ബിസിനസ് പോലെ 2 ഓർഗലും വന്നാല് അതിന്റെ 12% വിക്രി ഇൻകം 1,20,000 രൂപ ഒരാഴ്ച നമുക്ക് ലഭ്യമാക്കും. നിങ്ങൾ ആലോചിക്കും, ഒരൊറ്റ ആഴ്ച നമ്മളെ ലക്ഷപതിയാകുന്ന ലക്ഷപ്രഭുവാക്കാൻ കഴിവുള്ള ഒരു കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന നമ്മുടെ കമ്പനിയാണത്. സീരിയസ്ലി ഇങ്ങനെ കൊടുത്തുകൊണ്ട് പോകുമോ ഇതിന് ലിമിറ്റേഷൻ ഉണ്ടോ? ഉണ്ടല്ലോ. എന്താണ് ലിമിറ്റേഷൻ? എന്നാണ് നിന്റെ ഓർഗ് വണ്ണില്, അതായത് ബ്രാഞ്ച് 1 സൈഡ് ആൻഡ് ബ്രാഞ്ച് 2nd സൈഡ്, 2 സൈഡിലും 17 ലക്ഷത്തിന്റെ ബിസിനസ് പോലെ നടന്ന് പെയർ മാച്ചിങ് നടക്കുന്നത്, അന്നേ നാൾ നിങ്ങൾക്ക് വരുന്ന മോസ്റ്റ് ബ്യൂട്ടിഫുൾ പവർഫുൾ ഇൻകം ആണ് MI ലൈഫ് സ്റ്റൈലിന്റെ ഫിഗർ 2,10,000 രൂപ ആഴ്ചയിലുമായി. ഒരാഴ്ച 2 ലക്ഷം എന്ന് പറഞ്ഞാൽ എത്ര ഭാഗ്യമുള്ള ഒരു വരുമാനമാണ്. അത് കിട്ടുന്ന എത്ര ആൾക്കാർ നമ്മുടെ കുടുംബത്തിലുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത് കിട്ടാൻ വേണ്ടിയുള്ള ആളുകളാണ് ഇതിനെ സീരിയസ്ലി സമീപിക്കുക. മറ്റാത്ത ആളുകൾ എന്ത് ചെയ്യും? ഇതൊന്നും ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ മാറി നിൽക്കും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമുക്കറിയാം മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞതിന്റെ പവർ നിങ്ങൾ ലീഡർമാർ പറഞ്ഞു തരും. സോ 2,10,000 ആഴ്ചയിൽ കിട്ടിയ മാസം 8 ലക്ഷം വരെ അതിന്റെ അപ്പുറത്തേക്ക് ആലോചിച്ച് നോക്ക്. സോ സീരിയസ്ലി ഇങ്ങനെ വരുന്ന സമയത്ത് ഈ കമ്പനിയെ കുറിച്ച് 1-2 കാര്യം, ഇത് വീക്കിലി ഇൻകം മാത്രമേ ഉള്ളൂ, അല്ല മന്തിലും നിങ്ങൾക്ക് വരുമാനമുണ്ട്. വർക്ക് ഒന്നേ ഉള്ളൂ, ഒരു കർമ്മം ചെയ്തു പോയാൽ പല രൂപത്തിൽ വരുമാനമാണ്. അതാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്ന സമയത്ത് കൃത്യമായി പറഞ്ഞില്ലെങ്കിൽ എന്തെയില്ല, കാര്യം കൊള്ളില്ല. കാര്യം പണ്ടൊരു കഥയിൽ പറയാറുണ്ട്, രാജാവ് കണ്ട സ്വപ്നം തന്റെ പല്ല് മുഴുവനും കൊഴിഞ്ഞു പോകുന്നതാണ്. എങ്ങനെ കൊഴിഞ്ഞു പോകുന്ന സ്വപ്നം കണ്ടപ്പോ രാജാവിന് പെട്ടെന്ന് തന്നെ ഈ സ്വപ്ന വ്യാഖ്യാനം കിട്ടണമെന്ന് പറഞ്ഞപ്പോ ഏതോ ഒരാള് കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു. പണ്ഡിതനാണ്, ഭയങ്കര വിശക്കുരനാണ് എന്നൊക്കെ പറഞ്ഞു. അദ്ദേഹത്തോട് ചോദിച്ചു, എന്താ ഈ സ്വപ്നത്തിന്റെ അർത്ഥം എന്ന്. ആ സമയത്ത് ആ വ്യക്തി പറഞ്ഞു, അത്രേ രാജാവെ, മഹാദുരന്തമുള്ള സ്വപ്നമാണ്. കാര്യം നിങ്ങളുടെ ബന്ധുക്കൾ മുഴുവനും, മക്കള്, ഭാര്യ, അച്ഛന്, അമ്മ എല്ലാവരും മരിക്കുന്ന ആ ദുരന്ത സീന് നിങ്ങൾ കാണേണ്ടി വരുമെന്ന് പറഞ്ഞു. അയാൾക്ക് ഭയങ്കര ദേഷ്യം. കാര്യം ദുഃഖമുള്ള ഒരു എന്താ പറയാ ഇന്റർപ്രിട്ടേഷൻ ആണ് അയാൾ കൊടുത്തത്. ഉടനെ പുറകിലടക്കാനും ശിക്ഷ വിധിക്കാനും അദ്ദേഹത്തിന് കൊടുത്തു. വേറൊരാളെ കൊണ്ടുവരാൻ പറഞ്ഞു. അയാൾ വന്നു രാജാ കൊട്ടാരത്തിലേക്ക്. അദ്ദേഹത്തോട് പറഞ്ഞു, രാജാവേ, ഇത് അടിപൊളി സ്വപ്ന, കിട്ടു സ്വപ്നങ്ങൾ കണ്ടത്. കാര്യം എന്താണ്? നിങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും ആയുസ്സും ആരോഗ്യമുള്ള മനുഷ്യൻ അത് നിങ്ങളാണ്. ഓക്കെ, 2ന്റെ ഇന്റർപ്രിട്ടേഷൻ ഒന്നിനായിരുന്നു. ഒന്ന് ലാസ്റ്റുകൾ വഹിക്കുന്നതാണ്. ഒരാൾ അതിന്റെ നെഗറ്റീവ് സൈഡ് പറഞ്ഞു, മറ്റൊരാൾ അതിന്റെ പോസിറ്റീവ് പറഞ്ഞു. ഇതേപോലെ നമ്മൾ ഇൻകം പ്ലാൻ പറയുന്ന സമയത്ത് എങ്ങനെ പറയുന്നു എന്നുള്ളത് വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ പ്രസന്റേഷൻ ക്ലിയർ ആക്കി കൊണ്ടുപോവുക. സ്വത്വമാണ് പെർഫോമൻസ് ബോണസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന വർക്കിന് മാസത്തിൽ ബിസിനസ് വലുതാകുമ്പോൾ അതിന് വേറൊരു അഡീഷണൽ വരുമാനം വരുന്നുണ്ട്, പെർഫോമൻസ്. മറ്റൊന്നാണ് നമ്മളുടെ സ്റ്റാർ സിൽവർ പോലുള്ള ഒരുപാട് റാങ്കുകളുടെ അച്ചീവ് ചെയ്യുക, വേറെ വരുമാനങ്ങൾ. ലോയാലിറ്റി ബോണസ് എന്ന് പറയുന്ന വേറെ വരുന്നുണ്ട്. നിങ്ങൾ ഓരോ റാങ്കുകൾ അച്ചീവ് ചെയ്യുമ്പോൾ ആ റാങ്കിൽ ഉള്ളവർക്ക് ഇത് മനസ്സിലാവും, അല്ലാത്തവർക്ക് ഇതൊക്കെ ഓരോ പേരുകളായി മനസ്സിലാക്കുക. തസ്തിക, നമ്മള് കോൺസ്റ്റബിൾ, ഹെഡ് കോൺസ്റ്റബിൾ, SI, CI, ASI എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു തസ്തികയാണ് വിചാരിക്കുക. അങ്ങനെ വന്ന ASIയുടെ വരുമാനം കോൺസ്റ്റബിൾ വരുമാനവും DGPന്റെ വരുമാനവും ADGPന്റെ വരുമാനം മാറുന്നു പറഞ്ഞ പോലെ ഇതിലെ ഓരോ ഡിഫറെന്റ് റാങ്കിന് ഡിഫറെന്റ് വരുമാനമാണ്. അപ്പൊ നമ്മൾ റാങ്ക് മെച്ചപ്പെടുത്തി പോയാൽ വർക്ക് കുറയും, വരുമാനം കൂടും. അപ്പൊ വർക്ക് കുറയും, വർക്ക് കൂടും. അങ്ങനെയാക്കാം നമുക്ക് ടീം ഉണ്ടെങ്കിൽ. സോ സീരിയസ്ലി മറ്റൊന്നാണ് നമ്മുടെ ഡയമെൻഷിപ്പ് എന്ന് പറയുന്നത്. ആ സ്ഥലത്തോ വരുമാനങ്ങൾ കൂടി വരുന്നുണ്ട്. ഞാൻ സീരിയസ്ലി അഭിമാനത്തോടെ പറയുന്നതാണ്, നമ്മുടെ ഈ കമ്പനിയുടെ ഇൻകം പ്ലാനിൽ 2, 3, 4 ഈ ശതമാനങ്ങൾ മുഴുവൻ കൂട്ടിയാൽ
ഒരേ ഒരു കമ്പനി മാത്രമാണ് കൃത്യമായിട്ട് 40 മുതൽ 60% തന്റെ ടീമിന് തിരിച്ചു നൽകുന്ന യഥാർത്ഥ കമ്പനി എന്ന ഇൻകം പ്ലാൻ കൊണ്ട് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി തെളിയിച്ച ഒരു കമ്പനിയാണ് MI Lifestyle എന്ന് പറയുന്നത് എന്നത് അഭിമാനമാണ്. Then finally this is the nomination facility. What is this? നമ്മൾ ഇന്ന് ചെയ്യുന്ന പ്രോജക്ട് ശരാശരി ഒരു ഡോക്ടറാകാൻ ഒരുപാട് കഷ്ടപ്പെടാണ്. എനിക്കറിയാം, നമ്മൾ പഠിപ്പിക്കുന്ന പിള്ളേരൊക്കെ ആ ഡോക്ടറാകാൻ വേണ്ടി ഉലോത്തുമല അമ്മാനക്കാട് പോലത്തെ പഠനമൊക്കെ പഠിക്കുന്നുണ്ട്. ശ്വാസം വിട്ടും സ്വന്തം കണ്ടും പഠിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ആലോചിച്ച് നോക്ക്, ആ വ്യക്തി ഒരു മന്ത്ലി ഇൻകം 10 ലക്ഷം വാങ്ങുന്ന ഡോക്ടറാണ്. പിറ്റേന്ന് അദ്ദേഹം ബൈക്ക് ആക്സിഡന്റിൽ മരിക്കുകയോ അദ്ദേഹത്തിന് എന്തെങ്കിലും ഹെൽത്ത് ചലഞ്ച് വന്നാൽ ജോബ് ചെയ്യാൻ പറ്റാതിരിക്കുകയോ ചെയ്താൽ പിന്നീട് ആ ഡോക്ടറെ മോൻക്ക് 10 ലക്ഷം ഉണ്ടോ ഇല്ലേ? സ്വർണ്ണോ ഉണ്ടോ? ഇല്ല. പക്ഷെ ഇവിടെ എന്താണ്, MI ലൈഫ്സ്റ്റൈലിന്റെ ലീഡർക്ക് മന്ത്ലി ഇൻകം 10 ലക്ഷമായിട്ടാണ് ആ വ്യക്തി ഭൂമിയിൽ നിന്ന് നീങ്ങിയതെങ്കിൽ 11 ലക്ഷത്തിലാണ് മകനെത്താൻ സാധ്യതയുള്ളത് എന്നതാണ് പവർ ഓഫ് നോമിനേഷൻ ഫെസിലിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ചെയ്ത പ്രൊജക്ടിന് അഭിമാനത്തോടെ തലമുറത്തിന് കൈമാറാൻ പറ്റുന്നു എന്നതാണ്. സീരിയസ്ലി ഇവിടെ ബാക്കി നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞ കാര്യം, ഈ കമ്പനിയെ ചൂസ് ചെയ്യുന്നത് ഈ ക്വാളിറ്റി നോക്കിയാണ്. ഫൈനൽ സ്ലൈഡുകളാണ്. ഫസ്റ്റ് വണ് ടോപ്പ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണോ, ഏറ്റവും ഇന്റർനാഷണൽ ക്വാളിറ്റി ഉൽപ്പന്നമാണ് നമ്മുടെ കയ്യിലുണ്ട്. മറ്റത് പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് ആണോ? യെസ്. ഇന്ത്യയിൽ ഏത് മൂലയിലും അഭിമാനത്തോടു കൂടി ഏത് സംസ്ഥാനത്തിലും പവർ ഓഫ് MI ലൈഫ്സ്റ്റൈൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടുന്ന സദസ്സ്, ഓരോ ടീമും അവിടുത്തെ ടീം മാത്രം വെച്ച് കാണിക്കാൻ പവറുള്ള കമ്പനി ദാറ്റ് ഈസ് MI ലൈഫ്സ്റ്റൈൽ എന്നാണ് സത്യം. ഈസ് ഓഫ് ഡൂയിങ് എന്നതാണ് ബിസിനസ്. ഒറ്റ ശ്വാസത്തിൽ ഇൻകം പ്ലാൻ പറയാ 3 മിനിറ്റുള്ളൂ. ഓരോ 1 മിനിറ്റുള്ള നടക്കുന്ന ബിസിനസിന്റെ വോള്യത്തിന്റെ 12% മനക്ക് കിട്ടും. 3 സെക്കൻഡ് കൊണ്ട് ഇൻകം പ്ലാൻ പറയാൻ പറ്റുന്ന ഒറ്റ കമ്പനിയാണ് ദാറ്റ് ഈസ് MI ലൈഫ്സ്റ്റൈൽ എന്ന് പറയുന്നത്. മറ്റൊന്നാണ് കോമൺ എഡ്യൂക്കേഷൻ സിസ്റ്റം. ആർക്കും പഠിപ്പിക്കാൻ ഒരുപാട് സിസ്റ്റങ്ങൾ ഇതിനകത്തുണ്ട് എന്നതാണ്. മറ്റൊന്ന് ഹൈ ക്വാളിറ്റി മാനേജ്മെന്റ് ആൻഡ് ലീഡേഴ്സ്. സീരിയസ്ലി ആലോചിച്ച് നോക്കുക, ഇന്ത്യ കണ്ട എണ്ണം പറഞ്ഞ സയന്റിസ്റ്റുകൾ വലിയ നിരയായി നിൽക്കുന്ന ഏക കമ്പനി ദാറ്റ് ഈസ് MI ലൈഫ്സ്റ്റൈൽ ആണ്. നമ്മുടെ കൂടെയാണ്. അട്രാക്റ്റീവ് ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത്, ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത്, ഏകദേശം ഇന്ന് മന്ത്ലി ഇൻകം കോടിക്കണക്കിന് ഉണ്ടാക്കിയെടുത്ത് ഇന്ന് ചുരുങ്ങിയ 10 വർഷത്തിന്റെ ട്രാക്ക് റെക്കോർഡിനകത്ത് വലിയ ട്രാക്ക് റെക്കോർഡ് മദർ കമ്പനിക്കുണ്ടെങ്കിലും ഈ കമ്പനി MI ലൈഫ്സ്റ്റൈൽ എന്ന് പറയുന്ന 10 വർഷത്തിനകത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് ഏറ്റവും കൂടുതൽ ലക്ഷപ്രഭുക്കന്മാരെ കോടീശ്വരന്മാരെ ഉണ്ടാക്കിയ ഇന്ത്യയിലെ ഏക കമ്പനി ദാറ്റ് ഈസ് MI ലൈഫ്സ്റ്റൈൽ. ട്രാക്ക് റെക്കോർഡിലുള്ള MI ലൈഫ്സ്റ്റൈൽ സ്വന്തമാണ് എന്നതാണ്. സർട്ടിഫിക്കറ്റ്, ISO സർട്ടിഫിക്കറ്റ് പോലെയുള്ള കാര്യങ്ങളാവട്ടെ, അതേപോലെ തന്നെ നമ്മുടെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ഇന്ത്യയിലെ ഏറ്റവും ഇന്റർനാഷണൽ കമ്പനികൾക്ക് മാത്രം ഇന്ത്യ വിഭാവനം ചെയ്ത ഈ സർട്ടിഫിക്കറ്റ് എന്ന് സ്വന്തമാക്കിയ ഇന്ത്യയിലെ ദ മോസ്റ്റ് പവർഫുൾ കമ്പനി ദാറ്റ് ഈസ് MI ലൈഫ്സ്റ്റൈൽ നമ്മുടെ കൂടെ. അതേപോലെ തന്നെ FDS പോലെയുള്ള അതിന്റെയൊക്കെ പ്രൗഢ മെമ്പർ. ഇത് മാത്രമല്ല, പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്ന് പറയുന്ന സ്കിൽ ഇന്ത്യന്റെ കീഴിൽ വലിയ വലിയ പ്രൊജക്ടുകൾ ഇന്ന് വിഭാവനം ചെയ്ത ഏറ്റവും കൂടുതൽ ആളുകളെ സ്കിൽ ഇന്ത്യക്ക് സംഭാവന ചെയ്ത ഇന്ത്യയിലെ ഏക കമ്പനി ദാറ്റ് ഈസ് MI ലൈഫ്സ്റ്റൈൽ എന്ന പവർ നമുക്കുണ്ട്. ആ ഒരു കമ്പനിയാണ് ഇന്ന് നമ്മുടെ ലൈഫ്സ്റ്റൈൽ. നിങ്ങൾ എടുക്കേണ്ടത് താങ്ക് യു പറയുന്ന സമയത്ത് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, തീരുമാനമാണ്. കാര്യം ജീവിതത്തില് തീരുമാനം എന്ന് പറയുന്ന പദത്തിന്റെ പിറകിലാണ് വിജയമുണ്ടായത്. നിങ്ങൾക്കറിയാൻ പറ്റും, ഒരു നാൾ നിങ്ങൾ അവളെ കാണാൻ പോയത് നാളുണ്ട്. അന്ന് നഖം കടിച്ച് കളം വരച്ച് അവിടെ നിന്ന് മാറുവിൽ നിന്ന് മാറി നോക്കിയെങ്കിൽ അവളെ മതിയെന്ന് നിങ്ങൾ പറഞ്ഞപ്പോഴാണ് അവളെ നിങ്ങളുടെ പെണ്ണായതെങ്കിൽ, ആ തീരുമാനമാണ് അവളെ നിങ്ങളുടെ വീട്ടമ്മയാക്കിയതെങ്കിൽ, തീരുമാനത്തിലാണ് ജീവിതത്തിന്റെ സക്സസ് കിടക്കുന്നത്. പെണ്ണ് കാണുന്നതിലല്ല എന്ന് മനസ്സിലാക്കുക. കമ്പനി നിങ്ങൾ പലതും കാണുന്നുണ്ടായിരിക്കും, പക്ഷേ പല ബീവിമാരെയും കെട്ടാതെ MI ലൈഫ്സ്റ്റൈലിന്റെ ബീവിയെ കെട്ടിയാൽ കോടീശ്വരനാകാമെന്ന് തിരിച്ചറിയുക. അന്നാണ് മാറിയത്. എന്റെ പേര് പരിചയപ്പെടുത്തി ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. ദാതാവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് എന്നെ ഗുരുക്കന്മാരുടെ ഭക്തജനങ്ങളുടെ പോലെയുള്ള സുഹൃത്തുക്കളാകുന്ന പതിനായിരങ്ങളെ പ്രാപ്തപ്പെട്ട് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസ മേഖലയുടെ പല കോടികളിൽ പറന്നു പന്തലിക്കാനും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനും എനിക്ക് പറ്റിയിട്ടുണ്ട്. തിരിച്ചറിവ് ഒന്നായിരുന്നു, എന്റെ എഫർട്ട് കൊണ്ട് ഒരു 4 മൂലയുടെ ക്ലാസിന്റെ ഉള്ളിൽ നിന്നല്ല എന്ന് നമ്മുടെ നല്ലൊരു കൈകൊള്ളുക. താങ്ക് യു സാർ. ഇതുപോലെയുള്ള ആളുകൾ വലിയ ഉത്തരവാണ്. ഒരു പക്ഷേ വരച്ച് BS പഠിച്ചുകൊണ്ട് തന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഗവൺമെന്റ് സെക്ടറിലെ ജോലിയെന്ന് ആരാഗ്രഹിക്കുന്നവർ അവന്റെ മുന്നിലേക്ക് തന്റെ കുഞ്ഞു പ്രായത്തിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി മേഖല തിരിച്ചറിഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് പോസ്റ്റുകളുടെ ജോലി വലിച്ചെറിഞ്ഞ ഈ ഇൻഡസ്ട്രിയെ സ്വീകരിച്ച ഒട്ടനവധി ലീഡർമാര് ഇന്ന് നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നത് നമ്മുടെ പ്രധാന ലീഡറായ IT മനോജ് സാർ, അതുപോലെയുള്ള ഈ ഒട്ടനവധി ലീഡർമാരുമായിട്ട്
സംവദിക്കാൻ എനിക്ക് പറ്റിയപ്പോ അവർ ചോദിച്ച ചില ചോദ്യങ്ങളാണ് മാറ്റി ചിന്തിച്ചത്. ഇസ്മായിൽ, നിന്റെ പ്രൊജക്ടിനകത്ത് നിനക്ക് ഇനി വരുമാനമെങ്കിൽ നീ ഇനിയും പോവേണ്ടതില്ലേ? യെസ്, പോവേണ്ടതുണ്ട്. പക്ഷെ ഇങ്ങനെ എത്ര കാലം നിനക്ക് പോകാൻ പറ്റുന്നുണ്ട് എന്ന് മാത്രമല്ല, ഞാൻ ചിന്തിച്ചു വന്ന രാത്രി ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ പ്രത്യേകത ഞാൻ കണ്ടത്, ഞാൻ പോയില്ലെങ്കിലും വരുമാനം വരുന്ന പ്രൊജക്ട്, അല്ലെങ്കിൽ ഉറങ്ങിയാലും വരുമാനം വരുന്ന പ്രൊജക്ട് എന്ന് സാധ്യമാണോ അന്നാണ് ഞാൻ സക്സസ് ആകുന്നതെന്ന് തിരിച്ചറിഞ്ഞു. രണ്ടാമത്തെ ചോദ്യം, ഒരുപക്ഷെ ഇസ്മായിൽ ഒരു 2 ഓപ്ഷൻ ഉണ്ട് മനോജ് സാർ മുന്നിൽ വെച്ചത്. ഒന്ന് ഇതാണ്, ലോകം മുഴുവൻ പറയുന്നു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി മോസ്റ്റ് പ്രൊമിസിംഗ് കരിയർ ആണെന്ന്, നീ മാത്രം പറയുന്നു അല്ല എന്ന്. 2 ഓപ്ഷൻ, ഒന്നുകിൽ നീ ബുദ്ധിമാൻ ലോകം പൊട്ടനാണ്, അല്ലെങ്കിൽ ലോകം മുഴുവൻ ബുദ്ധിമാൻ നീ പൊട്ടനാണ്. ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ എടുത്തു. ഞാൻ പൊട്ടനായി ലോകത്തെ മുഴുവൻ ബുദ്ധിമാനാക്കിയപ്പോ ഈ തിരിച്ചറിവുണ്ടായി. ഇന്ത്യ ഇൻഡസ്ട്രി വളരെ സീരിയസ് ആയിട്ട് ടീമിൽ ഹോൾഡ് ചെയ്ത് പോകുന്നു. അഭിമാന പുരസ്കാരം എനിക്ക് മൈക്ക് തന്ന ഇന്ന് ജുനൈദിനെ പോലെയുള്ള ഒട്ടനവധി ശിഷ്യഗണങ്ങളൊക്കെ ഇൻഡസ്ട്രിക്ക് പറഞ്ഞെടുത്ത് കൊണ്ടുവരാനും, അതേപോലെ നൂറുകണക്കിന് ചിത്രന്മാരെ ഒരുപാട് ആളുകളെ സ്വപ്നം കാണാനും പഠിപ്പിക്കാനും അത് വാങ്ങിക്കൊടുക്കാനും പറ്റിയതാണ്. സ്കൂട്ടറിൽ നിന്ന് 2 ലക്ഷറിക്കാരിലേക്ക് മാറാൻ പറ്റിയത് ലൈഫിന്റെ കുട്ടിയാണെന്നതിന്റെ അപ്പുറത്തേക്ക് എന്നെ പോലെ ഇന്ത്യക്കാൾ വരുമാനം ലക്ഷറി ലൈഫുമുള്ള ആളുകളെ പ്രതീക്ഷ നൽകി കൊണ്ടുവരും. യുദ്ധത്തെ പറന്ന് നടക്കപ്പെടുന്നതിന്റെ പാട്ടായപ്പോ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിൽ പോയാലും പുഞ്ചിരിക്കാനും കൈതരാനും പങ്കുവെക്കാനും ഇതുപോലെ 10,000 ഉണ്ടായി എന്ന സമ്പാദ്യത്തെ സാക്ഷി നിർത്തി ഏവർക്കും ഇന്ത്യയെ ആശംസിച്ചുകൊണ്ട് ജയ് ജയ് എം ഐ ലൈഫ്. Are you excited? So, വളരെ പ്രൗഡായിട്ടുള്ള ഒരു പ്രസന്റേഷൻ അയച്ചു വെച്ചു. ഗ്രേറ്റ്